എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെയുള്ളം നന്നേ നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ, ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്, അതായത് നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇത്തിരി തിയററ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് ചിന്തിക്കുന്ന ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചത് പിശാചിന് അവസരം കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നു. നമ്മൾ ചിന്തിച്ചു വാർഫെയറിനെ കുറിച്ചൊക്കെ ചിന്തിച്ചതാണ്. പഴയ മെസ്സേജുകളൊക്കെ എടുത്ത് നോക്കി അതിലുണ്ട് എന്ന് നോക്കിയപ്പോൾ ആ ടോപ്പിക് കഴിഞ്ഞാണ് നമ്മൾ. അപ്പം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിവുണ്ടായിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ്. അതിനെക്കുറിച്ച് നമുക്കറിയാം, അറ്റ് ദി സെയിം ടൈം അതിനെക്കുറിച്ച് പഠിക്കുന്നതല്ലാന്ന് തോന്നി. 3 ബൈബിളിൽ ഇന്റർമീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന 3 വേർഡുകളാണ്: ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. മലയാളത്തിലും സെയിം ആണ്, സെയിം വേർഡല്ല. നീതീകരണം, വിശുദ്ധീകരണം ആൻഡ് മഹത്വീകരണം. അപ്പൊ ഇത് 3 നമുക്ക്, ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ബേസിസ് ആണ്. അതിനെക്കുറിച്ച് നമുക്കൊരു തിയററ്റിക്കൽ നോളജ് അത്യാവശ്യമാണ്. കാരണം ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ, നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. അത് ഇംഗ്ലീഷ് വേർഡുകൾ മാറി മാറി ഉപയോഗിക്കുന്ന കാരണം പലപ്പോഴും ഞാൻ ഈ ട്രാൻസ്ലേഷൻസ് നോക്കിയപ്പോൾ ഈ ജസ്റ്റിഫിക്കേഷൻ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് പലതും ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് വേറെ വേർഡുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് മാറി നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ബേസിക്കലി അറിയേണ്ട കുറെ കാര്യങ്ങൾ, ഏറ്റവും വലിയ അടിസ്ഥാനം ക്രിസ്ത്യ ജീവിതത്തിന്റെ. അതായത് ഏദൻ തോട്ടത്തിൽ നിന്നാണ് ബൈബിളിന്റെ ആരംഭം, അവസാനം റെവലേഷനാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് പഠിച്ചാൽ പക്ഷെ അത് നമ്മുടെ തലയിൽ കയറാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? എല്ലാറ്റിന്റെ മേലും വാണെല്ലാം വേണ്ടിയിട്ട്. ലെറ്റസ് ക്രിയേറ്റ് മാൻ ഇൻ അവർ ഇമേജ് സോ ദാറ്റ് ഹി വിൽ റൂൾ ഓവർ. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അതായത് അവര് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതൊഴികെ എന്ത് കഴിക്കാം. പക്ഷെ ആ ഒരു കൽപ്പന ലംഘിച്ചു. അവര് പാപികളായി, ദൈവസന്നിധിയിൽ നിന്ന് പുറത്തായി. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, ഒരു പാപം മതി നമ്മളെ എറ്റേണലി ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ. വൺസിൻ. അപ്പൊ ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ കലാമിറ്റീസും, ന്യൂക്ലിയർ വാർഫെയർ, അല്ലെങ്കിൽ യുദ്ധം, രോഗങ്ങള്, ആക്സിഡന്റുകള്, അപകടങ്ങള്, ഇതെല്ലാത്തിൻ്റെയും കാരണം ആ ഒരു പാപത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവര് പാപം ചെയ്തു. അതിന്റെ കാരണം പാപിക്ക് സന്തതി ഉണ്ടായുള്ളൂ. അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് മക്കളില്ലാതിരുന്നുകൊണ്ട് അവര് പാപം ചെയ്തപ്പോ എല്ലാവരും അത് പറിച്ച് തിന്നുന്ന നാൾ മരിക്കും. അവര് മരിച്ചവരുടെ സന്തതികളാണ് നമ്മൾ. അപ്പൊ നമ്മളെല്ലാം വി ആർ ബോൺ വിത്ത് എ ഡെഡ് സ്പിരിറ്റ്. ആത്മീയമായിട്ട് മരിച്ച എല്ലാ കുഞ്ഞുങ്ങളും. അതുകൊണ്ടാണ് കുഞ്ഞു പിള്ളേരെ നമ്മൾ നുണ പറയാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നീ ഇങ്ങനെ നുണ പറയാനൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ഈവിളും ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ഇത്തിരിയോടെ പ്രായപൂർത്തിയായി തിരിച്ചറിവാകുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യും. അപ്പൊ ആദാമിക് നേച്ചർ എന്താണെന്ന്, പാപം ചെയ്ത മനുഷ്യന്റെ നേച്ചർ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ പിള്ളേരുടെ ജീവിതം എടുത്ത് നോക്കിയാണ്. കാരണം അത് അൺബ്രിഡിൽഡ് ആയിട്ട് ആദാമിക് നേച്ചർ വെളിപ്പെടുന്ന പിള്ളേരുടെ ലൈഫ്. അപ്പൊ ഇതില് 2 വേർഡുകളാണ് നമ്മൾ ഓർക്കുന്നത്. ഒന്ന് റോമൻസ് 6:23. അറിയാവുന്ന പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 1000 പാപത്തിന്റെ ശമ്പളം മരണം എന്നല്ല എഴുതുന്നത്, 1 sin. വിശുദ്ധനായിട്ടുള്ള ദൈവത്തിന്റെ അടുത്ത് ഒരു പാപം കൊണ്ടും ചെല്ലാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈ റോമൻസ് 3:23 കൂടെ വായി അറിയണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും പാപം ചെയ്ത് അയോഗ്യത. അപ്പൊ നമ്മുടെ ജീവിതത്തില് അറിയേണ്ട ഒരു കാര്യമാണ്, യാതമായ ലീവ് തുടങ്ങി എല്ലാ മനുഷ്യർക്കും കിട്ടിയേക്കുന്ന സംഭവം എന്താ? മരണമാണ്. ആ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ഡെത്ത് അല്ല, എറ്റേണൽ ഡെത്താണ്. നിത്യമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയേക്കുന്ന അവസ്ഥ. നമ്മൾ ഈ കാര്യം ബേസിക് ആയിട്ട് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അത്
മനുഷ്യനായിട്ട് ജനിക്കുന്ന എല്ലാവരും, അതിന് ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല. അത് ഹിന്ദു ആയിട്ടുണ്ടായാലും ക്രിസ്ത്യാനിയായിട്ട് കുടുംബത്തിലുണ്ടായാലും ഇസ്ലാമിലുണ്ടായാലും ബുദ്ധമതത്തിലുണ്ടായാലും സിഖ് മതത്തിലുണ്ടായാലും. കാരണം ഒരു പാപം ചെയ്തിട്ടുള്ള മനുഷ്യൻ അവൻ എറ്റേണലി ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റഡാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യനും, കാരണം ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അയോഗ്യരാകാത്ത ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ ഇങ്ങനെ പാപം ചെയ്ത് എറ്റേണലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള മനുഷ്യന് ഇത് നൂറ്റാണ്ടുകളുടെ വിലാപമായിരുന്നു മനുഷ്യന്. ഇപ്പം ആദ്യത്തെ ബുക്ക് ബൈബിളിൽ നിന്ന് അറിയപ്പെടുന്ന ജോബിന്റെ ബുക്കാണ്. ജോബ് 25:4 വായിക്കുമ്പോൾ വായിക്കാം. ജോബ് 25:4. കാരണം ഈ മോശയ്ക്കൊക്കെ മുമ്പ്, അതായത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് അന്ന് തുടങ്ങി മനുഷ്യന്റെ ഹൃദയത്തിലുള്ള പ്രോബ്ലം ആയിരുന്നു. 25:4 വായിക്കും. അപ്പോൾ പിന്നെ മനുഷ്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് പിറന്നവനെ എങ്ങനെ ശുദ്ധനാകാൻ കഴിയും? അതെ, അതായത് ജോബിന്റെ പുസ്തകം, അതായത് ഈ മോശയുടെ ഒക്കെ പുസ്തകം വരുന്നതിന് മുമ്പുള്ള പുസ്തകം. ആദ്യത്തെ റിട്ടൺ സ്ക്രിപ്ചർ ജോബിന്റെ ആണെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയും ആട്ടെ. അപ്പൊ അന്നും എങ്ങനെ മനുഷ്യന് ദൈവസന്നിധിയിൽ നീതിമാനാകാൻ പറ്റും, സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യന് എങ്ങനെ ദൈവസന്നിധിയിൽ നീതിമാനാകാൻ പറ്റും, അത് തലമുറകളിലൂടെയുള്ള മനുഷ്യന്റെ തേഴ്സ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, ഇപ്പൊ ക്രിസ്തുവിന് മുമ്പോ ക്രിസ്തുവിന് ശേഷം ഒക്കെ എടുത്താലും മനുഷ്യൻ ഈ ദാഹത്തെ ക്വെഞ്ച് ചെയ്യാനായിട്ട് പലതും ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നരബലികൾ അർപ്പിച്ചു, പിള്ളേരെ പിടിച്ച് തീയിലിട്ടു. എല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാ. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യനൊക്കെ സ്വന്തം മക്കളെ പിടിച്ച് തീയിലിട്ടുണ്ട്. അത് കാണിക്കുന്നത് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മനുഷ്യ ഹൃദയത്തിന്റെ വലിയ തേഴ്സ്റ്റ് അത് എന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈജിപ്തിൽ മമ്മീസ് ഉണ്ടാകാൻ കാരണം അവർക്കെല്ലാം അറിയാം മരിക്കുന്നു. ഈ മരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് അതിനെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത്, അതായത് എന്തെങ്കിലും ഈ ഡെഡ് ബോഡിക്ക് ജീവൻ കൊടുക്കാനുള്ള ഒരു ടെക്നോളജി വന്നാൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു മമ്മീസ് ഉണ്ടാക്കിയത്. അതായത് മരണം മനുഷ്യന്റെ മുമ്പിൽ എന്നും വലിയൊരു ചലഞ്ചായിരുന്നു, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും. കാരണം ആ പാപം ചെയ്തപ്പോൾ ദൈവം കണ്ടം ചെയ്തു മനുഷ്യന്, അവന് ഡെത്ത് വിധിച്ചു, മരണം വിധിച്ചു. നമ്മൾ റോമൻസ് 9 ഹീബ്രൂസ് 9:27 അറിയാവുന്ന സ്ഥലങ്ങൾ, അറിയാവുന്ന വേർഡുകൾ മാത്രം. അതായത് ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മാൻ ടു ഡൈ വൺസ് ദെൻ ജഡ്ജ്മെന്റ്. ദൈവത്തിന് അപ്പോയിന്റ് ചെയ്ത് ഇനി മരിച്ചേ പറ്റൂ. നമ്മളിപ്പോ ജോഷുവ പറയുന്നുണ്ട്, ദാവീദ് പറയുന്നുണ്ട്, സകല ഭൂവാസികളും പോകുന്ന വഴിയെ പോകാനുള്ള സമയം എനിക്കായി. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ സകല ഭൂവാസി. ജോഷുവ പറയുന്നുണ്ട്, ഇവരൊക്കെ പറയുന്നത് ആർക്കും ഡിസ്പ്യൂട്ട് ഇല്ലാത്തൊരു കാര്യമാണ്, മരിച്ചേ പറ്റും. നമ്മുടെ തന്നെ ജീവിതം എടുത്താൽ നമ്മളെല്ലാവരും ജീർണതയ്ക്ക് വിധേയരാണ്, അല്ലേ? നമുക്കറിയാം, ഈ ബയോളജിക്കൽ ഫങ്ഷൻ എടുത്താൽ ഒരു യൗവനം വരെ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, കുറച്ചൊരു പാരലൽ ഗ്രാഫ്, അതിനുശേഷം അടിവിക്ക് പോയേ പറ്റൂ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് അറിയാവുന്ന ഏകജീവി മനുഷ്യനാണ്. പക്ഷെ മനുഷ്യന് അതിന് വാല്യൂ കൊടുക്കുന്നത്. ആനയ്ക്കറിയില്ല മരിക്കുന്നു, എലിക്കറിയില്ല മരിക്കുന്നു, പക്ഷെ നമുക്കെല്ലാം അറിയാം നമുക്ക് മരണമുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പാപം ചെയ്തു. ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത് ഈ ഫൊർഗീവ്നെസ്സും ജസ്റ്റിഫിക്കേഷനും രണ്ടും രണ്ടാണ്. നമുക്ക് ഒരാളെ ഒരു കോടതി, നമുക്ക് ലോകത്തിലെ എക്സാമ്പിൾ എടുക്കാം. അതിപ്പോ കോടതിയിൽ നമുക്ക് ഫൊർഗീവ്നെസ് ഇല്ല, ഫൊർഗീവ് ചെയ്യാൻ ജഡ്ജിക്ക് പറ്റത്തില്ല. ലോകത്തിലൊരു എക്സാമ്പിൾ എടുത്താൽ ഇപ്പം ഒരാളെ കോടതി ഫൊർഗീവ് ചെയ്തെന്നിരിക്കട്ടെ. ഫൊർഗീവ് ചെയ്തതിന്റെ അർത്ഥം എന്താ? അതായത് അങ്ങേര് ക്ഷമിച്ചു, പക്ഷെ അങ്ങേര് നിരപരാധിയാകുന്നില്ല. ഉണ്ടോ? ചിന്തിക്കേണ്ട ബൈബിളിലെ വേർഡുകളായത്. ഫൊർഗീവ് ചെയ്തുകൊണ്ട് ഒരാൾ നിരപരാധിയാകും? ഇല്ല. അതായത് തെറ്റുകാരനാണ്, പക്ഷെ തെറ്റ് ഇളച്ചു കൊടുത്തു, അത് ഫൊർഗീവ്നെസ്. ഫൊർഗീവ് ചെയ്തുകൊണ്ട് ഒരാള് നീതിമാനാകത്തില്ല. കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, കോടതിയിൽ നിന്ന് വെറുതെ വിട്ടു. അപ്പൊ ഈ ഫൊർഗീവ്നെസ്സും ജസ്റ്റിഫിക്കേഷനും രണ്ടും രണ്ടാണ്. അത് ആക്ട്സ് എന്ന് വായിക്കണം. ആക്ട്സ് 13:38 and 39 വായിക്കുമ്പോൾ അത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ അത് ട്രാൻസ്ലേഷൻ ശരിയായിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 13:38-39 വായിക്കുമ്പോൾ Therefore, let it be known to you, brethren, that through this man is preached to you the forgiveness of sins, and by him everyone who believes is justified from all things from which you could not be justified by the law of Moses. അത് മലയാളം വായിക്കാം. 39 വായിക്കാം. മാത്രമല്ല വിശ്വസിക്കുന്ന ഏവർക്കും അവൻ മൂലം മോശയുടെ നിയമപ്രകാരം മോചനമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും മോചനം ലഭിക്കും. സത്യവേദപുസ്തകം വായിക്കും ഉണ്ടെങ്കിലും
മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുന്നു. അതെ, ഉണ്ടോ? അതിനകത്ത് നീതീകരണം എന്നുള്ള വേർഡുണ്ട്, ഈ അവസാന ബൈബിളിലില്ല. അപ്പൊ അതിനാട്ടെ ഇപ്പൊ നമ്മള് ഇതിൽ 2 വേർഡ് വന്നിട്ടുണ്ട്. 38 therefore let it be known to you brethren that through this man എന്ന് പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തു. Through this man is preached to you the forgiveness of sins and by him everyone who believes is justified. അപ്പം ഈ നമ്മുടെയൊക്കെ കോടതിയിൽ forgive ചെയ്തുകൊണ്ട് ഒരാൾ ജസ്റ്റിഫൈഡ് ആകത്തില്ല. ജസ്റ്റിഫൈ ചെയ്ത ഒരാളെ forgive ചെയ്യേണ്ട ആവശ്യമില്ല. ആലോചിച്ചത് അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞ ആളാ തെറ്റ് ചെയ്തില്ല എന്ന് കോടതി പറയുന്നത്, തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ forgivenessന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരാൾ forgive ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ പറയുന്നത്. ദെൻ forgive ചെയ്തുകൊണ്ട് ഒരാൾ ജസ്റ്റിഫൈഡ് ആകത്തില്ല. forgive ചെയ്തെന്ന് പറഞ്ഞാൽ ആള് തെറ്റ് ചെയ്ത് കുറ്റക്കാരനല്ല, തെറ്റ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ അപരാധിയാണ്, പക്ഷെ ക്ഷമിച്ചു കിട്ടി, ജസ്റ്റിഫൈഡ് ആകുന്നില്ല. അപ്പൊ ഇവിടെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വന്നപ്പോ forgiveness ആൻഡ് ജസ്റ്റിഫിക്കേഷൻ രണ്ടും കൂടെ മീറ്റ് ചെയ്തേക്കുക. അതായത് ദൈവം forgive ചെയ്തു, ജസ്റ്റിഫൈഡും ആയി. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം ആരും വെറുതെ വിടുന്ന ആളല്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട്. കുറ്റവാളികളെ ഒരു കാരണവശാലും വെറുതെ വിടാതെ അത് വായിക്കുന്നതല്ല, ദൈവത്തിന്റെ ക്യാരക്ടറാ. ഈ ഒത്തിരി സ്ഥലത്തുണ്ട്. ഈ നമ്പേഴ്സ് 14 എടുക്കുമ്പോൾ അപ്പം ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കിയാലേ കറക്റ്റായിട്ട് ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. 14:18 തുടങ്ങി വായിക്കുമ്പോൾ സംഖ്യ ദീർഘക്ഷമയുള്ളവനും അചഞ്ചല സ്നേഹം നിറഞ്ഞവനും അപരാധവും അതിക്രമവും ക്ഷമിക്കുന്നവനും എന്നാൽ കുറ്റക്കാരെ ഒരു കാരണവശാലും വെറുതെ വിടാത്തവനും പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് 3-4 തലമുറ വരെയുള്ള മക്കളെ ശിക്ഷിക്കുന്നവനുമാകുന്നു എന്ന് നീ അരുൾ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ ഇതിൽ അറിയേണ്ട ഒരു കാര്യം, വേറെ സ്ഥലത്തുണ്ട്, പല സ്ഥലത്തുണ്ട് ഈ സെയിം വേർഡ്. കുറ്റക്കാരെ ഒരു കാരണവശാലും ദൈവം വിടില്ല. ജെറമിയ 30:11 ഒത്തിരി സ്ഥലത്തുണ്ട്. ജെറമിയ 30:11 2 സ്ഥലം. ഇത് ഇത്തിരി ഒരു തിയററ്റിക്കൽ ടോപ്പിക്കാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, എല്ലാവരും പഠിച്ചേ പറ്റൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് ഈ കാണുന്ന ഒരു ക്രിസ്ത്യാനിറ്റി ബൈബിളിലില്ല. ഈ കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരുന്നു 30:11. കാരണം നിന്നെ രക്ഷിക്കാൻ നിന്റെ കൂടെ ഞാനുണ്ട്, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. ആരുടെയെല്ലാം ഇടയിൽ ഞാൻ നിന്നെ ചിതറിച്ചു കളഞ്ഞു, ആ ജനതകളെ എല്ലാം ഞാൻ നിശേഷം നശിപ്പിക്കും. എന്നാൽ നിന്നെ ഞാൻ നിശേഷം നശിപ്പിക്കുകയില്ല. ഞാൻ നിന്നെ ന്യായമായ തോതിൽ ശിക്ഷിക്കും, ഒരു കാരണവശാലും ശിക്ഷിക്കാതെ വിടുകയുമില്ല. അതെ, നമ്മൾ ദൈവത്തിന്റെ ക്യാരക്ടർ അറിയേണ്ട. തെറ്റ് ചെയ്താൽ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് ദൈവം ശിക്ഷിക്കാതെ ഉണ്ടല്ല. നമ്മൾ ചെയ്യുന്ന അനുദിന ജീവിതത്തിലെ തെറ്റുകളെ കുറിച്ചല്ല, ബേസിക് പാപത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും പാപം ചെയ്തു. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെത്ത് അല്ല, എറ്റേണൽ ഡെത്താണ്. അപ്പൊ നമ്മളെല്ലാവരും പാപം ചെയ്ത് നോർമലി അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് യോഗ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് എറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്. അത് എല്ലാ മനുഷ്യർക്കും ആദമിൽ നിന്ന് ആരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആദം ആൻഡ് ഈവിന്റെ മക്കളായിട്ടുള്ള അവിടെയാണ് നമ്മൾ ഈ ബൈബിളിന്റെ യൂണീക്നെസ്സും കർത്താവായ യേശുക്രിസ്തുവിന്റെ യൂണീക്നെസ്സും ആൾക്കാർ ചോദിച്ചില്ല. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോകും? ഹിന്ദുക്കൾ എവിടെ പോകും? മുസ്ലിങ്ങൾ എവിടെ പോകും? ക്രിസ്ത്യാനികൾ? ഇതിനൊന്നുമില്ല. ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയില്ല, ഒന്നുമില്ല. ദിസ് ഈസ് എ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ട്രൂത്തും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടീച്ചിങ്ങും. അപ്പൊ ഇതില് 2-3 കാര്യങ്ങളായി ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. ഒന്ന്, എല്ലാവരും പാപം ചെയ്തവരാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന്റെ ക്യാരക്ടർ ഒരു കാരണവശാലും കുറ്റക്കാരെ വെറുതെ വിടില്ല. അപ്പൊ നമുക്ക് വെറുതെ, അല്ലെങ്കിൽ ഇപ്പൊ ഇസ്ലാമിലുള്ള ഒരാളോട് പാപത്തിന് എങ്ങനെ മോചനം കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. ബൈബിളിന്റെ ദൈവം അവന് ക്ഷമിക്കില്ല. ബൈബിളിന്റെ ദൈവം നീതിമാനാണ്. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടിയേ പറ്റൂ. അപ്പൊ നമ്മളവിടെ കണ്ടു, ഈ 13:38 ആക്സിൽ കണ്ടു, ഹി ഫോർഗീവ്സ് ആൻഡ് ജസ്റ്റിഫൈസ്. റോമൻസ് 8 എടുക്കുമ്പോൾ, റോമാലേഖനം 8 എടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം ആ പാപത്തിന് ശിക്ഷ വിധിച്ചു അല്ലെങ്കിൽ ശിക്ഷിക്കാതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. റോമൻസ് 8:1 തുടങ്ങി വായിക്കുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ക്രിസ്തുയേശുവിലുള്ള ജീവിതത്തിലെ ആത്മാവിന്റെ നിയമം എന്നെ പാപത്തിന്റെ നിയമത്തിൽ നിന്ന് മരണത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു.
ജഡം കൊണ്ട് ദുർബലമാക്കപ്പെട്ട നിയമത്തിന് കഴിയാത്തത് ദൈവം ചെയ്തിരിക്കുന്നു. അവൻ സ്വന്തം പുത്രനെ പാപാങ്കിലമായ ജഡത്തിന്റെ അതായത് ഇങ്ങനെ എഴുതിയേക്കുന്നത് മൂന്നാം സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോ ക്രിസ്തു രണ്ടു തുടങ്ങി വായിക്കും. ക്രിസ്തു യേശുവിലുള്ള ജീവിതത്തിലെ ആത്മാവിന്റെ നിയമം എന്നെ പാപത്തിന്റെ നിയമത്തിൽ നിന്നും മരണത്തിൽ നിന്നും, ഈ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എറ്റേണൽ ഡെത്ത്, അല്ലാതെ ഉള്ള മരണത്തിൽ നിന്ന് ആരും മോചിച്ചിട്ടില്ല, മരിച്ചു പറ്റും, ഇറ്റ് ഈസ് അപ്പോയിന്റഡ്. മരണത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ജഡം കൊണ്ട് ദുർബലമാക്കപ്പെട്ട നിയമത്തിന് കഴിയാത്തത് ദൈവം ചെയ്തിരിക്കുന്നു. അവൻ സ്വന്തം പുത്രനെ പാപഭംഗിലമായ ജഡത്തിന്റെ സാരൂപ്യത്തിൽ ലോകത്തിലേക്ക് അയച്ചു. പാപത്തിന് ആ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് ദൈവം നീതിമാനാണ്, കുറ്റക്കാർ ഒരു കാരണവശാലും ശിക്ഷിക്കാതെ വിടത്തില്ല. അപ്പം ദൈവം ശിക്ഷ വിധിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന് ആ ജഡത്തിൽ, പാപഭംഗിലമായ ജഡത്തിൽ വന്നെന്നല്ല എഴുതിയിരിക്കുന്നത്, പാപഭംഗിലമായ നമ്മുടെ പാപഭംഗിലമായ ജഡത്തിന്റെ സാരൂപ്യത്തിൽ വന്നു. എന്നിട്ട് ദൈവം ആ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. അതായത് ദൈവം നമ്മളെ വെറുതെ വിട്ടേക്കുന്നു, പക്ഷെ ഈ പാപത്തിന് ദൈവം നിഷ്കർഷിക്കുന്ന ആ നീതി അല്ലെങ്കിൽ കണ്ടം ചെയ്തു. അതായത് ആ പാപത്തിന് ശിക്ഷ വിധിച്ചു. പാപഭംഗിലമായ ജഡത്തിന്റെ സാരൂപ്യത്തിൽ ലോകത്തിലേക്ക് അയച്ച് പാപത്തിന് ആ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തിന്റെ നിയമങ്ങൾക്ക് പകരം ആത്മാവിന്റെ നിയമങ്ങളാൽ നയിക്കപ്പെടുന്ന നമ്മിൽ അങ്ങനെ നിയമം നിഷ്കർഷിക്കുന്ന നീതി നിറവേറി. ഇപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം ശിക്ഷിക്കാതിരിക്കില്ല, പാപം ചെയ്താലും ശിക്ഷിക്കും. അപ്പൊ ദൈവം ചെയ്തത് ഇതാണ്. കാരണം ഒരു പാപിയെ രക്ഷിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നീന്തൽ അറിയാൻ വയ്യാത്ത ഒരു മനുഷ്യന് മുങ്ങിച്ചാകുന്ന ഒരാളെ രക്ഷിക്കാൻ പറ്റത്തില്ല. സെയിം വേ പാപിക്ക് ഒരു പാപിയെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇത് ഇത്തിരി തിയറിയാണ്, ശരിക്കും നമ്മളെല്ലാവരും മനസ്സിലാക്കിയേ പറ്റൂ. ദർ ഈസ് നോ, അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രക്ഷ ബൈബിളില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ കത്തോലിക്കരായതുകൊണ്ട് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, യാക്കോബക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്, കർത്താവിന്റെ വിശ്വാസം തീർച്ചയായിട്ടും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ദൈവം ചെയ്ത കാര്യങ്ങളോ ദൈവം എങ്ങനെ നമ്മളെ രക്ഷിച്ചെന്നൊന്നും അറിയില്ലായിരുന്നു. കാരണം ഇത് അറിയുന്നതുകൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, എന്നാൽ ഇത് നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഹീബ്രൂസ് എടുക്കുമ്പോൾ ഹീബ്രൂസ് 2 2:14 തുടങ്ങി വായിക്കുമ്പോൾ, മക്കൾ മാംസരക്തങ്ങളിൽ പങ്കാളികളാണ്, അതുകൊണ്ട് അവരുടെ അതേ പ്രകൃതിയിൽ അവനും ഭാഗഭാക്കായി. അങ്ങനെ മരണത്തിന്റെ അധികാരിയെ, അതായത് സാത്താനെ, അവൻ നശിപ്പിച്ചു. ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ എല്ലാം മോചിപ്പിച്ചു. അവൻ തൽപരനായത് അബ്രാഹാമിന്റെ സന്തതികളിലാണ്, മാലാഖമാരിലല്ല നിശ്ചയം. ആ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം, അബ്രാഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യവർഗ. കാരണം മനുഷ്യനും പാപം ചെയ്തു, മാലാഖയും പാപം ചെയ്തു. പക്ഷെ മാലാഖമാരെ വീണ്ടെടുക്കാൻ ദൈവം തീരുമാനിച്ചില്ല. കാരണം മാലാഖമാരെ വീണ്ടെടുക്കണമെന്ന് ദൈവത്തിന് തീരുമാനമുണ്ടെങ്കിൽ വീണ്ടെടുക്കായിരുന്നു. പക്ഷെ അവൻ തൽപരനായത് അബ്രാഹാമിന്റെ സന്തതികളിലാണ്. അപ്പൊ ഇവിടെ 14 വായിക്കുന്നു, മക്കൾ മാംസരക്തങ്ങളിൽ പങ്കാളികളാണ്, അതുകൊണ്ട് അവരുടെ അതേ പ്രകൃതിയിൽ അവനും ഭാഗഭാക്കായി. അങ്ങനെ മരണത്തിന്റെ അധികാരി, അതായത് സാത്താനെ, അവൻ നശിപ്പിച്ചു. നമ്മുടെ ജീവിതത്തില് അറിയേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ ഓരോ പാപത്തിനും എന്ത് ചെയ്തു? ദൈവം ശിക്ഷ വിധിച്ചു. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ ആണ് അത് വീണത്. അത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുന്നില്ലേ, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഈ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കിട്ടിയേക്കുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ച് എഴുതിയേക്കുന്ന റോമാലേഖനത്തിൽ കുറച്ച് കാര്യങ്ങളോട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. റോമൻസ് 3 5 എടുക്കുമ്പോൾ റോമൻസ് 3 വരെയുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുകൊണ്ട് പഠിച്ചിട്ടുകൊണ്ട് എല്ലാം ഉണ്ട്. അതായത് 3:20 അതിന്റെ 1 to 3 കൺക്ലൂഷനാണ്. റോമൻസ് 3:20. അപ്പൊ 1 തുടങ്ങി 3 വരെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതാണ്. നേച്ചർ പ്രൊക്ലെയിംസ് ദി ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മഹത്വം നേച്ചർ പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും ഒഴികഴിവില്ല. ദൈവത്തിന് നന്ദി കരയേറ്റാത്തതുകൊണ്ട്, ദൈവമായിട്ട് ആരാധിക്കാത്തതുകൊണ്ട് ദൈവം നികൃഷ്ട വികാരങ്ങൾക്ക് കൈയൊഴിഞ്ഞു. വിഗ്രഹത്തിന് ഫസ്റ്റ് സിൻ വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയ്ക്ക് ശേഷമാണ് ഈ സെക്ഷൽ ഇമ്മൊറാലിറ്റി.
സെക്ഷൽ ഇമ്മൊറാലിറ്റിയും കഴിഞ്ഞ് ഏറ്റവും അവസാനം മനുഷ്യൻ എത്തിപ്പെട്ടത് എവിടെയാണ്? ചിന്തിക്കുന്ന റോമൻസ് 1 മെന്റൽ കറപ്ഷനിലാണ്. അങ്ങനെ എല്ലാം മെന്റലി കറപ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ് മുഴുവൻ. അങ്ങനെ എന്നിട്ട് ജാതികളുടെ കാര്യം, യഹൂദിന്റെ കാര്യം പറഞ്ഞു വന്ന് 20 അതിന്റെ കൺക്ലൂഷനാണ്. നിയമം അനുസരിച്ചുള്ള പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യനും ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുകയില്ല. കാരണം എന്താണ് പാപം എന്ന അറിവാണ് നിയമം നൽകുന്നത്. അപ്പൊ അതിന്റെ കൺക്ലൂഷനാണ് 3 വരെയുള്ളതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നിയമം അനുസരിച്ചുള്ള പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടില്ല. അപ്പൊ ഇവിടെ നിയമം അനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞേക്കുന്നതിനകത്ത് ജെന്റൈലും ജൂവും പെട്ടു. ജെന്റൈൽസിന് അൺറിട്ടൺ റൂളുണ്ട്, ജ്യൂസിന് റിട്ടൺ റൂളുണ്ട്. പക്ഷെ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ്സിന് അയോഗ്യരായി തീർന്നു. അതിന്റെ 21 തുടങ്ങി വായിക്കുമ്പോൾ എന്നാൽ അതൊരു ഇമ്പോർട്ടന്റ് വേർഡാ. 20 കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ therefore അല്ലെ, 21 തുടങ്ങുന്നതിന് അതെ നോ. അതായത് ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യം പറയാണ് therefore, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ് അവസാനിക്കുന്നത് ജാതിയനാകട്ടെ യഹൂദനാകട്ടെ, ഈ ജാതിയും യഹൂദനും കൂടെ കൂടി കഴിയുമ്പോൾ ആരൊക്കെയാവും? ദി എൻറ്റയർ ഹ്യൂമാനിറ്റി ആയി. എൻറ്റയർ ഹ്യൂമാനിറ്റി തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട്, അതിനകത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരില്ല ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാറുണ്ട്, മദർ തെരേസയെ കുറിച്ച് പറയാറുണ്ട്. പിന്നെ ലോകത്തിലൊരു ഫാദർ ഡാമിയൻ ഫേമസ് ആയിരുന്നു. ലോകത്തിൽ ഒത്തിരി, മാർട്ടിൻ ലൂതർ കിങ്, പിന്നെ ഒത്തിരി പേര് സൽക്കർമ്മങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അതിലെല്ലാത്തിൻ്റെയും ഉത്തരം ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സൽക്കർമ്മങ്ങൾ, നിയമം അനുസരിച്ചുള്ള പ്രവൃത്തി, നിയമം മുഴുവൻ ഡൂസ് ആൻഡ് ഡു നോട്ട്, സൽക്കർമ്മങ്ങൾ, നല്ലത് ചെയ്യേണ്ട കാര്യം. അപ്പം മാക്സിമം മനുഷ്യൻ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ലപോലെ ജീവിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാപം ചെയ്തിട്ടില്ലാത്ത ആരുമില്ല. കാരണം ഇനിയിപ്പോ കർമ്മത്തിൽ പാപം ചെയ്തില്ലെങ്കിൽ പോലും മനസ്സിൽ പാപം ചെയ്തിട്ടുണ്ടാവും. മനസ്സ വാച കർമ്മ 3 ഒരുപോലെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം 3നും ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ 3ന്റെ 20 പറഞ്ഞേക്കാണ് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മളെല്ലാവരും എന്തിനായിരുന്നു യോഗ്യത എന്ന് പറയുന്നത് എറ്റേണൽ കണ്ടംനേഷൻ യോഗ്യരായിരുന്നു. ഇതിനകത്ത് ഒരു വ്യത്യാസമില്ല. ഇതിനകത്ത് നല്ലത് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ചീത്ത ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഏറ്റവും വിക്കഡായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, ഏറ്റവും നല്ലതായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ബട്ട് നെറ്റ് റിസൾട്ട് എന്താ? അതായത് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള പോയിന്റിൽ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 0 അല്ലാതെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം കിട്ടും തീർച്ചയായിട്ടും. റോമൻസ് 2:6 വായിച്ചെങ്കിൽ അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സ്വർഗത്തിലും നരകത്തിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. റോമൻസ് 2:6 വായിക്കുമ്പോൾ അതെ, അവനവന്റെ പ്രവൃത്തിക്ക് അനുസൃതമായത് ഓരോരുത്തരും അവൻ നൽകുന്നു. അത് നരകത്തിലും ഉണ്ട് വ്യത്യാസം, സ്വർഗത്തിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ കർത്താവിന്റെ ജഡ്ജ്മെന്റ് വരുമ്പോൾ ആർക്കും ജഡ്ജ്മെന്റിനെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഉണ്ടാകില്ല. എവരിബഡി വിൽ ബി ഹാപ്പി അബൌട്ട് ദി ജഡ്ജ്മെന്റ്. കാരണം നരകത്തിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതിന്റെ, സ്വർഗത്തിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതിന്റെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. സ്വർഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് സ്വർഗത്തിലെ വ്യത്യാസം എങ്ങനെയാണ്? അതല്ല നമ്മളിങ്ങനെ വായിക്കുന്നില്ല, ഓരോരുത്തരും ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കാൻ. അത് സ്വർഗത്തിലെ വ്യത്യാസത്തെ കുറിച്ച്. നരകത്തിലെ വ്യത്യാസത്തെ കുറിച്ച് എവിടെയാണ്? അതെ, അതായത് മാർക്കോസിന്റെ സുവിശേഷം 12:40 മാർക്ക് 12:40 വായിക്കണം. അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു, അതിനൊരു മറയായി ദീർഘനേരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ കൂടുതൽ കഠിനമായി ശിക്ഷിക്കപ്പെടും. അതെ, ഇത് രണ്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് നമ്മൾ സംശയിക്കണ്ട. ഇപ്പൊ ഒരാൾ നല്ലപോലെ ജീവിച്ചു, ഒരാൾ മോശമായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ അപ്പൊ ഇതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് കോമ്പറ്റീഷൻ ഇല്ലാത്ത ഏക ഫീൽഡ് സ്പിരിച്വൽ ഫീൽഡാണ്. കാരണം അവനവന്റെ പ്രവൃത്തിക്ക് തക്കതായിട്ടുള്ളത് എല്ലാവരും കിട്ടിക്കണം. സ്വർഗത്തിലും കിട്ടും, നരകത്തിലും കിട്ടും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വാട്ട് ബെസ്റ്റ്, അത് നിത്യതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഏറ്റവും മെച്ചമായിരിക്കും. ബട്ട് ഇതിനകത്ത് ബേസിസ് എന്താ? ജസ്റ്റിഫിക്കേഷൻ പ്രാപിച്ചില്ലെങ്കിൽ നിത്യത നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചത് എല്ലാ മനുഷ്യരും, അപ്പൊ ഇത് നമുക്കൊന്ന് ഹൃദയത്തിലേക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ആഴമായിട്ട് ഇറങ്ങിയാലേ പറ്റൂ. നമുക്ക് ഒരു കാരണവശാലും സ്വർഗത്തിന് യോഗ്യതയില്ലായിരുന്നു.
അതുകൊണ്ടാണ് 21 therefore, എന്നാൽ. ഇത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുക, കാരണം ഒരു മനുഷ്യനും പ്രത്യാശയ്ക്ക് ഒരു വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുക്കൾ സ്വർഗത്തിൽ പോവോ, ക്രിസ്ത്യാനികൾ സ്വർഗത്തിൽ പോവോ, യഹൂദർ സ്വർഗത്തിൽ പോവോ, അല്ലെങ്കിൽ കത്തോലിക്കർ എവിടെ ചെല്ലും, ഇങ്ങനെയുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല. കാരണം എല്ലാ മനുഷ്യർക്കും ന്യായമായിട്ടുള്ളതെന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയിൽ കിട്ടുന്നത് നരകമാണ്. കാരണം ഈ ജീവൻ നൽകിയത് കർത്താവാണ്, അല്ലേ? ജീവന്റെ ഉടയൻ കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ സഭാപ്രസംഗിയിൽ ഒരു സ്ഥലത്ത് വായിക്കുന്നുണ്ട്, ഈ വയസ്സാകുന്നതിനെ കുറിച്ച് എഴുതിയേക്കുന്നിടത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭാപ്രസംഗി വയസ്സാകുന്നതിനെ കുറിച്ച് ഏതാ ചാപ്റ്റർ? അതെ. അപ്പൊ എട്ടാമത്തെയാണ്. അതിന്റെ 12 അതെ, അത് നൽകിയവനിലേക്ക് തിരികെ പോകും. സഭാപ്രസംഗി 12 ഇത് നോക്ക്, നമ്മളിതിന്റെ പല സ്റ്റേജസിലാണ്. ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ആദ്യം കർത്താവിന്റെ അടുത്ത് ചെല്ലുന്ന ആരാണ്? കർത്താവിനെ അറിയാം, അല്ലെ? നമുക്ക് അറിഞ്ഞിട്ട് അറിയാം. പക്ഷെ അതിനകത്ത് ഒരാൾ കാണും, നമ്പർ 1. അതിന്റെ 12:7 തുടങ്ങിയ 7ാം സെന്റൻസില് പ്രാണചൈതന്യം അത് നൽകിയ ദൈവത്തിലേക്ക് മടങ്ങും. ഇത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമല്ലേ? പ്രാണചൈതന്യം അത് നൽകിയവനിലേക്ക് തിരികെ പോകും. ജീവൻ, ഇത് ജീവൻ എന്ന് പറയുന്നത്, ഞാൻ ഈ അടുത്ത ദിവസം ചിന്തിക്കുമായിരുന്നു, നമ്മൾ വെള്ളം കുടിച്ചാല് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് യൂറിനായിട്ട് മാറും. ഇത് വലിയൊരു ഫാക്ടറി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് നമുക്ക് നമ്മൾ കറണ്ട് കണക്ഷൻ കൊടുക്കുന്നില്ല, അല്ലെ? ഏത് അപ്ലയൻസ് വർക്ക് ചെയ്യണമെങ്കിലും ഒരു എനർജി കൊടുക്കണം. അതിന് കറണ്ട് കൊടുക്കണം, അല്ലെ ഡീസൽ വേണം, അല്ലെ പെട്രോൾ വേണം. ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ല ഇതിന്റെ വർക്കിംഗ്, ആണോ? നോ, ദൈവം വെച്ചേക്കുന്ന ജീവൻ കൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് 2 ആയി പോകും. അപ്പൊ അതാ ഇവിടെ എഴുതിയേക്കുന്നത്, പ്രാണചൈതന്യം അത് നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങും. ഈ പ്രാണചൈതന്യത്തെയാണ് ദൈവം, അല്ലെങ്കിൽ ആ എറ്റേണിറ്റി, അത് ഒന്നുകിൽ ദൈവത്തോടു കൂടി ആയിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഒന്നോടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തൊരു ജാതിയില്ല, മതവും ഇല്ല, വർഗവും ഇല്ല, വർണ്ണവും ഇല്ല. പാപം ചെയ്തിട്ടുള്ള എല്ലാ മനുഷ്യനും എറ്റേണലി ദൈവത്തിൽ നിന്ന് കണ്ടംപ്റ്റ് ആണ്. കാരണം തന്റെ സാദൃശ്യത്തിൽ എന്നേക്കും ജീവിക്കാനായിട്ട് സൃഷ്ടിച്ചു. ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു മനുഷ്യൻ. അത് തിന്നാനും തിന്നാതിരിക്കാനും അവകാശം ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഈ ഡ്യൂട്രോമി 30 എടുക്കുമ്പോൾ അതിന്റെ 30 അത് വായിക്കാം. അതിന്റെ 15 തുടങ്ങി വായിക്കുമ്പോൾ, ഇതാ ഞാൻ ഇന്ന് നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, അവന്റെ മാർഗത്തിൽ വ്യാപരിക്കുക, അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും പാലിക്കുക. അങ്ങനെ ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ നീ അനുസരിക്കുന്ന പക്ഷം നീ ജീവനോടെ ഇരുന്ന് വർദ്ധിക്കും. മതി. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ എല്ലാം മുമ്പിൽ ഇതാ ജീവനുണ്ടായിരുന്നു. ജീവൻ ആദമാൻ ജീവനും ഉണ്ടായിരുന്നു, ജീവനും മരണവും ഉണ്ടായിരുന്നു. ജീവൻ സബ്ജക്ട് ടു ഒബീഡിയൻസ് ആയിരുന്നു. ഇന്നും അങ്ങനെ തന്നെ, ജീവനും മരണമുണ്ട്, ജീവൻ സബ്ജക്ട് ടു ഒബീഡിയൻസ് ആണ്. അപ്പൊ ഇതില് എന്നാൽ അപ്പൊ നമ്മളിത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഇനി ഒരിക്കലും നമ്മൾക്കൊരു സംശയമേ ഉണ്ടാകാൻ പാടില്ല. ഹിന്ദുക്കൾ സ്വർഗത്തിൽ പോവോ, മുസ്ലിങ്ങൾ സ്വർഗത്തിൽ പോവോ, ഇനി ക്രിസ്ത്യാനികൾ സ്വർഗത്തിൽ പോവോ. ക്രിസ്ത്യാനികൾ എന്നുള്ള ജനറൽ ടേമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബൈബിളിലെ ക്രിസ്ത്യാനിയുടെ ഡെഫിനിഷൻ എന്താ? അപ്പോസ്തലൻസ് എന്നാണ്. ബൈബിളിലെ അല്ലെന്നാ, ഇത് നമ്മളെല്ലാം ഇത് കറക്റ്റ് ആയിട്ട് കുറച്ച് തിയറിറ്റിക്കൽ നോളജ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നോക്ക്, ന്യൂട്ടന്റെ 3rd ലോ ഇല്ലായിരുന്നെങ്കിൽ ജെറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യില്ലായിരുന്നു. 3rd ലോ ന്യൂട്ടൺ കണ്ടുപിടിച്ചല്ല, ദൈവം വെച്ചേക്കുന്നതാ. ഒരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്തോളൂ. ഇപ്പോ കപ്പൽ പോകുന്ന എങ്ങനെയാ? കപ്പൽ പോകുന്നു അതേ സെയിം പ്രിൻസിപ്പിൾ. കപ്പൽ പൊങ്ങി കിടക്കുന്ന എങ്ങനെയാ? പൊങ്ങി കിടക്കുന്ന എങ്ങനെയാ? അതെ, ഇത് പ്രിൻസിപ്പിള് ആർക്കിമിഡീസ് കണ്ടുപിടിച്ചെന്നുള്ളൂ, ദൈവം അങ്ങനെ സൃഷ്ടിച്ചതാ. സെയിം വേ ഇതെല്ലാം ദൈവം വെച്ചേക്കുന്ന പ്രമാണങ്ങളായിരിക്കും, ദൈവം വെച്ചേക്കുന്ന വ്യവസ്ഥകളാണ്. ഈ പ്രമാണം ഇല്ലാതെ ഒന്നും നടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരെങ്കിലുമൊക്കെ സ്വർഗത്തിൽ പോകും. നമുക്ക് ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ചിലപ്പോൾ വലിയ സുവിശേഷ പ്രസംഗരായിരിക്കും, ലോക പ്രശസ്തരായിരിക്കും, പക്ഷെ ഈ മർമ്മം മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. കാരണം
ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു ഫേമസ് സുവിശേഷൻ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, ചേട്ടനും അനിയനുമായിരുന്നു. അവർ എൻ്റെ ബ്രിട്ടനെ കുലുക്കിയ ആൾക്കാർ, ഒരു രാജ്യത്ത് മുഴുവൻ ഉണർവുണ്ടാക്കിയ ആൾക്കാരാണ്. ജോൺ വെസ്ലി പ്രസംഗിച്ച്, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു അസ്. ജോൺ വെസ്ലി പ്രസംഗിച്ച് എൻ്റെ ബ്രിട്ടനിൽ ഉണർവുണ്ടായി. ഒത്തിരി മദ്യശാലകൾ പൂട്ടി, ഒത്തിരി സഭകളിൽ ഉണർവുണ്ടായി. ജോൺ വെസ്ലിയുടെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്നത് ഹോളിഡേക്ക് അമേരിക്കയ്ക്ക് പോയി. ഇതിനിടയിൽ ഇത് കഴിഞ്ഞ് ഇങ്ങനെ വലിയ ഉണർവ് പ്രസംഗനായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഹോളിഡേക്ക് അമേരിക്കയ്ക്ക് പോയപ്പോൾ അമേരിക്കയിൽ വെച്ചൊരു മീറ്റിങ്ങിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് നല്ല ദൈവിക അനുഭവം, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം, അല്ലെ നമ്മൾ സുവിശേഷം പറഞ്ഞ അനേകം രക്ഷിക്കപ്പെട്ടു. കഴുത ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്, ഇല്ലേ? വലിയവനെ മാനസാന്തരപ്പെടുത്തിയത് കഴുതയാണ് ബൈബിളിൽ എഴുതി. അപ്പൊ ഈ ജോൺ വെസ്ലിയുടെ ഓട്ടോബയോഗ്രഫി ഒക്കെ അറിയേണ്ട കാര്യം. കാരണം ഇത്രയേറെ ഉണർവുണ്ടാക്കിയ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് ആയിട്ടില്ലായിരുന്നു. കർത്താവിനെ പ്രസംഗിച്ചു, അത് കേട്ടവർ വിശ്വസിച്ചു. നോക്ക്, കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അത് പ്രസംഗിക്കുന്നവൻ ആരാന്ന് നോക്കിയിട്ടല്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ, കർത്താവിന്റെ അതിനനുസരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ നമ്മളിവിടെ അറിയേണ്ടത്, നമ്മുടെ മുമ്പിൽ ജീവനും മരണമുണ്ട്. എന്നാൽ നിയമത്തിന് പുറത്ത് 3:21 റോമൻസ് 3:21 റോമൻസ് 3:21 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബട്ട് നൗ. ഈ ബട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയാണ് നമ്മളൊരു ഡയറക്ഷൻ മാറ്റുക, അല്ലെ? ഇങ്ങനെയൊക്കെയാണ് സംഭവം. ബട്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ല. അതിനകത്ത് ജാതിയില്ല, മതമില്ല, നമുക്ക് ദൈവത്തിന് ജാതിയുണ്ടോ? ദൈവത്തിന് വർഗമുണ്ടോ? ദൈവത്തിന് മതമുണ്ടോ? ഒന്നുമില്ല. ദൈവം ഏതാന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി 1:1, ദി ഗോഡ് ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. ആ ക്രിയേറ്ററാണ് നമ്മൾ പറയുന്ന ദൈവം. പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നില്ലേ, അജ്ഞാത ദേവൻ എന്ന് നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഈ നിങ്ങൾക്ക് അജ്ഞാതനായിരിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സെയിം വേ നമ്മൾ പറയുന്നത് ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. ആ ക്രിയേറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ക്രിയേറ്ററിന്റെ ക്യാരക്ടറാണ് നമ്മൾ പറയുന്നത്. ക്രിയേറ്റർ മനുഷ്യവർഗത്തിനായിട്ട് ഒരു പുസ്തകം തന്നിട്ടുള്ളൂ, അത് ഈ പുസ്തകം. വേറൊരു പുസ്തകമില്ല. ഒരു ഖുറാനും ദൈവത്തിന്റെ വചനമല്ല, ഒരു ഗീതയും ദൈവത്തിന്റെ വചനമല്ല, സെന്തവസ്ഥ ദൈവത്തിന്റെ വചനമല്ല. എല്ലാവർക്കും കൊണ്ട് ഒരു പുസ്തകങ്ങൾ, എല്ലാവരും ഓരോന്നും ഉണ്ടാക്കിയെടുത്താൽ ഇങ്ങനെ ഒരു ബൈബിൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു പുസ്തകം വേണമെന്നുള്ളത് കൊണ്ട് പലരും പിന്നീട് ഉണ്ടാക്കിയെടുത്ത ഒരു പുസ്തകങ്ങൾ. അപ്പൊ ഇതില് 21 തുടങ്ങുന്ന ഇങ്ങനെ ബട്ട്. ആ ബട്ടിന്റെ അർത്ഥം എന്താ? അതായത് ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ ഒരു നിർവാഹവും ഇല്ല. ബട്ട് നൗ ദി റൈറ്റസ്നെസ് ഓഫ് ഗോഡ് എപ്പാർട്ട് ഫ്രം ദി ലോ ഈസ് റിവീൽഡ്. എപ്പാർട്ട് ഫ്രം ദി ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യഹൂദരുടെ നിയമമാണെന്ന് വിചാരിക്കരുത്. അതായത് മനുഷ്യന്റെ പരിശ്രമങ്ങളാണ്. നിയമത്തിൽ മുഴുവൻ, നിയമം എന്ന് പറയുന്നത് റിട്ടൺ ആൻഡ് അൺറിട്ടൺ ഉണ്ട് റൂൾസ്. യഹൂദിന് റിട്ടൺ, ജെന്റൈലിന് അൺറിട്ടൺ. അപ്പൊ നിയമത്തിന് പുറത്ത്, അല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാം എങ്ങനെയല്ലേ? നമുക്കറിയാം, നിയമത്തിൽ എഴുതിയിട്ടുണ്ട് ദശാംശം കൊടുക്കണം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബലി അർപ്പിക്കുന്നത് എഴുതിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷിയുടെ കൂട് കണ്ടാൽ അത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആട്ടുകുഞ്ഞിനെ കൊന്നാൽ അതിന് അമ്മയുടെ പാലിൽ അതിന് വേവിക്കരുത്. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഡൂസ് ആൻഡ് ഡൂ നോട്ട്സ് ഉണ്ട്. പക്ഷെ പറഞ്ഞേക്കുവാണ് 20 നമ്മൾ വായിച്ചത്, നിയമത്താൽ ഇതെല്ലാം അനുഷ്ഠിച്ചാലും ഒരു മനുഷ്യനും ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടില്ല. കാരണം എന്താ? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം അനുഷ്ഠിച്ചാലും ഒരെണ്ണം തെറ്റി. അതോ ഒരെണ്ണം തെറ്റി. ഇന്നും അങ്ങനെ തന്നെ ദൈവത്തിന്റെ രീതി. ഒരു പാപം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലില്ല. അപ്പൊ എപ്പാർട്ട് ഫ്രം ദി ലോ റൈറ്റസ്നെസ് ഈസ് റിവീൽഡ്, ബീയിങ് വിറ്റ്നസ്ഡ് ബൈ ദി ലോ ആൻഡ് ദി പ്രൊഫറ്റ്സ്. 3:21 ഒന്ന് വായിക്കാം, മലയാളം ഒന്ന് വായിക്കാം. എന്നാൽ ഇപ്പോൾ നിയമത്തിന് പുറത്ത് ദൈവനീതി പ്രത്യക്ഷമായിരിക്കുന്നു, നിയമവും പ്രവാചകരും അതിന് സാക്ഷ്യം വഹിക്കും. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. നോക്ക്, പൗലോസിന്റെ എല്ലാ റൈറ്റിങ്സിലും നമ്മുടെ ഒരു അനുഭവമല്ല. നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്, നമുക്ക് എന്ത് അനുഭവം തരാൻ പിശാചിന് പറ്റും. അപ്പൊ ഒരു അനുഭവമാണ് നമ്മളെ വഴി നടത്തുന്നതെങ്കിൽ നമ്മൾ നശിച്ചേ പറ്റൂ. ഇവിടെ അതുകൊണ്ട് പൗലോസിന്റെ എല്ലാ റൈറ്റിങ്സിലും നമുക്ക് കാണാൻ പറ്റും, എന്നാൽ നിയമത്തിന് പുറത്ത് ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതിന് പ്രവാചകന്മാരും നിയമവും പ്രവാചകന്മാരും അതിന്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാറുള്ള കാര്യമാണ്. വചനത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ
തള്ളിക്കളയാറുണ്ട്. വചനത്തിനെതിരായിട്ടുള്ളതിനെ തള്ളിക്കളയാത്ത, വചനത്തിനെതിരായിട്ടുള്ളതിനെ വേസ്റ്റ് പേപ്പറിൽ എറിയാത്ത ആർക്കും ദൈവത്തിൽ നിന്നുള്ള നീതീകരണത്തിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം ദൈവത്തിന്റെ ഓതന്റിക്കേഷൻ ഉള്ളൂ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന്റെ പഠനത്തെ വിട്ട് അതിനപ്പുറത്തേക്ക് പോകുന്ന ആർക്കും പിതാവും ഇല്ല, പുത്രനും ഇല്ല, ദൈവവും ഇല്ല, ഒന്നുമില്ല. സേ ഫോർ എക്സാമ്പിൾ റോമാലേഖനം തുടങ്ങുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇത്. റോമൻസ് 1 തുടങ്ങുന്ന ഇങ്ങനെ: യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനാകാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. ഈ സുവിശേഷം ശ്രദ്ധിക്കണം, കാരണം ഒരു റോമാലേഖനം പോലെ ഒരു ലേഖനം ഇല്ല. റോമാലേഖനം പഠിക്കാതെ ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു ക്രിസ്തീയ വിശ്വാസിയോട്ട് ആവുകയില്ല. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവവചനത്തിന്റെ പഠിക്കുന്ന കാര്യത്തിൽ ക്രിസ്തീയ കോളത്തിന് യാതൊരു താല്പര്യമില്ല. അതെന്താ പിശാച് ഡിസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന. കാരണം ഇതൊക്കെ പഠിക്കാതെ ഒരു അനുഭവം വെച്ച് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചെന്നുള്ള ഇതുകൊണ്ടൊക്കെ നിത്യതയിൽ എത്തിപ്പെടാമെന്ന് പിശാച് ഡിസീവ് ചെയ്തേക്കുക, മനുഷ്യനെ ക്ഷുദ്രം ചെയ്തേക്കുക. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ ആരാണ് നിങ്ങൾക്ക് ക്ഷുദ്രം ചെയ്തേക്കുന്നത്? ക്ഷുദ്രം ചെയ്തേക്കുന്ന ഒരു കാര്യം. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഇങ്ങനെ ഒരു ജീവിതം കൊണ്ട് എത്തിപ്പെടുന്ന. നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബിക്കോസ് ഓഫ് മൈ വേർഡ് യു ആർ ക്ലീൻ. എഫേഷ്യൻസ് 5. ബിക്കോസ് ഓഫ് ദി വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ കഴുകി വിശുദ്ധീകരിച്ച് കറ, മാലിന്യം, ചുളുക്കമൊന്നും ഇല്ലാത്ത മണവാട്ടിയെ സ്വീകരിക്കാനാണ് കർത്താവ് വരുന്നത്. ദെൻ ഹീബ്രൂസ് 12 14 15 എന്താ എഴുതിയിരുന്നത്? അറിയാവുന്നതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്, അറിയാം, എല്ലാവർക്കും അറിയാം. അതായത് വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണില്ല. ഇതൊക്കെ എഴുതി റിട്ടേൺ ഓഫ്. കാരണം എല്ലാവരും ക്രിസ്ത്യ കോണം പോയിക്കൊണ്ടിരിക്കുന്നത് അത് രക്ഷിക്കപ്പെട്ടവരാ. എവിടെ രക്ഷിക്കപ്പെട്ടത്? ഇതിനകത്ത് ഡിസീവ്ഡ് ആയത് നോഹിന്റെ കാലം പോലെയുള്ള കാലമാണ്, സോദോം ഗൊമോറ പോലെയുള്ള കാലമാണ്. നമുക്ക് ജോൺ വെസ്ലി രക്ഷിക്കപ്പെടാതെ ഒരു ദേശത്ത് ഉണർവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഫെയ്ത്ത് തിയററ്റിക്കലി കറക്റ്റ് അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കലി റോങ് ആയത്. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ഫെയ്ത്ത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇതിനകത്ത് ഈ കേരളത്തിലൊരു കൺവെൻഷൻ ഉണ്ടല്ലോ, മലാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വന്ന ഒരാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ആരാന്ന് എനിക്കറിയില്ല, സ്റ്റേറ്റ്മെന്റ് അറിയാം. അതായത് മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല. ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഇസ് എ ഫേമസ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഇങ്ങനെയുള്ള പ്രസംഗക ലോകത്ത് ജീവിക്കുന്നത്. മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോയ നരകത്തിൽ പോയെന്നുള്ളതല്ല നമ്മുടെ ചിന്താ വിഷയം. ബട്ട് പ്രസംഗിക്കാൻ വന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല. മദർ തെരേസ സ്വർഗത്തിൽ പോയെന്ന് നമുക്ക് അറിയില്ല. മദർ തെരേസ സ്വർഗത്തിൽ പോയ നരകത്തിൽ പോയെന്നുള്ളതല്ല. മദർ തെരേസ സ്വർഗത്തിൽ പോയത് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോയി എന്ന് വിശ്വസിച്ചാൽ എന്താവും നമ്മുടെ കാര്യം? അല്ല, കാരണം നമുക്കൊന്നും അറിയില്ലെന്ന് അതിനർത്ഥം. കാരണം നമുക്ക് ഒരു പ്രീച്ചർ വലിയ ആളായതുകൊണ്ട് ദൈവത്താൽ സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഡെമോൺസ്ട്രേഷനാണ് ജോൺ വെസ്ലിയുടെ കാര്യം. നമുക്ക് പല ഫേമസ് ആയിട്ടുള്ള പ്രീച്ചേഴ്സിനെ നരകത്തിൽ കണ്ടുവരും. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ദൈവം വിചാരിക്കും. ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. 103 സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താ? ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രരെ എല്ലാം വീക്ഷിക്കുന്നു, പൊടിയെന്ന്. അത്രേ ഉള്ളൂ മനുഷ്യന്റെ ഭാര്യ. എത്ര വലിയ ആളാണേലും പൊടിയാണ്. ഐസിയ 2 നമ്മൾ വായിക്കുക, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ നീ എന്തിന് ഭയപ്പെടണം. ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ വാല്യൂ. അപ്പം നമ്മളിവിടെ ചിന്തിച്ചത്, അപ്പൊ ഈ നിയമത്തിന് പുറത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അത് നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയ റോമൻസ് 1:2 പോൾ പറയുക വലിയൊരു ലേഖനം. കാരണം റോമലേഖനം പഠിക്കാതെ ഒരു ക്രിസ്ത്യൻ ലൈഫില്ല. റോമലേഖനവും ഗലാത്യ ലേഖനവും ഹെബ്രായ ലേഖനവും ഒക്കെ പഠിക്കാതെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ നമ്മൾ ഈ ഹൈന്ദവ വിശ്വാസം പോലെയാവും. ഞാൻ ഒരിക്കല് ഒരു കൂട്ടുകാരന്റെ വീട്ടില് ഒരു ഹിന്ദു ഫെസ്റ്റിവലിന് പോയിട്ടുണ്ട്. അപ്പൊ അതൊരു ഫെസ്റ്റിവൽ ഏതാന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അവരുടെ കൂടെ ഇരുന്നു, ഒരു പ്രസാദവും സാധനങ്ങളും ഞാനോ കൂടി ഇരുന്നതൊക്കെ തിന്നു. അപ്പൊ അവിടുത്തെ അമ്മ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അപ്പൊ ഈ ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പണ്ട് 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 ലക്ഷ്മി വന്ന് ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു കാസ്റ്റ് ഉണ്ട്, ബനിയാസ് എന്ന് പറഞ്ഞ്. അവർ മെർച്ചൻസാ, വ്യവസായികളാണ്. അപ്പൊ ഈ ബനിയാസിനെ ലക്ഷ്മി അനുഗ്രഹിച്ചു എന്നാണ് പണ്ട് 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 എന്ന് പറയുന്ന പോലത്തെ ക്രിസ്ത്യാനിറ്റിയാണ് ദൈവത്തിന്റെ വചനം ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി. പണ്ട് 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 എവല്യൂഷൻകാർ പറയുന്ന പോലെയാണ്. എന്നാ ഈ മനുഷ്യൻ അല്ല കുരങ്ങ് എന്ന മനുഷ്യനായ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഒരു കണിക അതൊക്കെ ചലിച്ചു, കറങ്ങി അടിച്ചു, കുരങ്ങായി മാതൃയായി. അതിന്റെ
കവറേജ് എന്ന് പറയുന്നത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക്. അപ്പൊ നമ്മുടെ ക്രിസ്ത്യാനിറ്റി അങ്ങനെയായി തീരും ദൈവത്തിന്റെ വചനത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ. അതുകൊണ്ട് പോളിന്റെ റൈറ്റിംഗ്സ് എടുക്കുമ്പോൾ റോമൻസ് 1:2 അതൊന്ന് വായിക്കാം. ഈ സുവിശേഷം പ്രവാചകരിലൂടെ വിശുദ്ധ ലിഖിതങ്ങളിൽ മുമ്പേ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. അതെ, ഇത് ഇവിടെ പൗലോസ് കണ്ടുപിടിച്ചതല്ല. അതാണ് ഇത് എഴുതുമ്പോ, കാരണം ഇന്ന് നമുക്കുള്ള പോലത്തെ ഒരു കംപ്ലീറ്റഡ് ബൈബിൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഓരോ സ്ഥലത്തും റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇത് എന്റെ കണ്ടുപിടുത്തമല്ല. ഇത് പണ്ടേ എഴുതിയിട്ടുണ്ട് പ്രവാചക ലിഖിതങ്ങളിൽ. ഈ സുവിശേഷം പ്രവാചകരിലൂടെ വിശുദ്ധ ലിഖിതങ്ങളിൽ മുമ്പേ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. ജഡപ്രകാരം ദാവീദിന്റെ പിന്മുറക്കാരനായ ദൈവപുത്രനെ കുറിച്ചുള്ളതാണ് ഈ സുവിശേഷം. പ്രവാചകന്മാർ എഴുതി, ആരെഴുതി? യേശയ്യ എഴുതി, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് മുള പൊട്ടും. ദെൻ യാക്കോബ് പ്രവചിച്ചു, യഹൂദായിൽ നിന്ന് നക്ഷത്രം ഉദിക്കും. ഈവൻ ബലിയാം പ്രവചിച്ചു, അതായത് അല്ലെ യഹൂദ ചെങ്കോൽ വരുന്നു യഹൂദ. ഇത് പഴയ നിയമത്തിലെല്ലാം ഉള്ള കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നമ്മുടെ നീതീകരണത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുണ്ടായിരിക്കണം, ഇത് റോമാലേഖനത്തിൽ അല്ലെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ നീതീകരണം. അല്ല നമ്മൾ കണ്ടുപിടിച്ചൊരു നീതീകരണം അല്ല, അല്ലെ നമ്മുടെ നീതി കൊണ്ടോ അല്ലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ ഉണ്ടായ ഒരു നീതീകരണം അല്ല. ഇത് പ്രവാചക ലിഖിതങ്ങളിൽ മുന്നമേ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇപ്പോൾ നിയമത്തിന് പുറത്ത് ദൈവനീതി പ്രത്യക്ഷമായിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ നീതി എന്താ? നമ്മൾ ചിന്തിച്ചു, ദൈവം നീതിമാനാണ്. ദൈവം ഒരു പാപി ഒരിക്കലും വെറുതെ വിടില്ല എന്നുള്ള ദൈവത്തിന്റെ നീതി. അതുകൊണ്ട് ദൈവം ആ പാപത്തിന് ശിക്ഷ ആർക്ക് കൊടുത്തു? കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തു ആ ശിക്ഷ. അത് നമ്മൾ വായിച്ച പാപഭംഗിലമായ ജഡത്തിന്റെ സാരൂപ്യത്തിൽ വന്ന് ആ ജഡത്തിൽ ദൈവം പാപത്തിന് ശിക്ഷ വിധിച്ചു. അതാണ് ഈ ദൈവനീതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എഴുതിയിരിക്കുന്നത് 3:21. ഇപ്പോൾ നിയമത്തിന് പുറത്ത് ദൈവനീതി പ്രത്യക്ഷമായിരിക്കുന്നു. അതെന്താന്ന് എഴുതിയിരിക്കുന്നത്? അവിടെയും പറഞ്ഞേക്കുവാണ്, നിയമവും പ്രവാചകന്മാരും അതിന് സാക്ഷ്യം വഹിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവനീതി ലഭിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവനീതി ലഭിക്കുന്നു. ഇവിടെ വിവേചനം ഒന്നുമില്ല. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് നിരക്കാത്തവരെ. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര സിമ്പിളാ സുവിശേഷം. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയത്തിന് അവകാശമുണ്ടോ? ഹിന്ദുക്കൾ സ്വർഗത്തിൽ പോവോ? സിഖുകാർ സ്വർഗത്തിൽ പോവോ? ജൈനമതക്കാർ സ്വർഗത്തിൽ പോവോ? നമുക്ക് ഇവിടെ 3:23 പറഞ്ഞ എല്ലാ മനുഷ്യരും പാപം ചെയ്തു. അപ്പൊ ഇവിടെ എഴുതിയേക്കാണ് 23, കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് നിരക്കാത്തവരായി ക്രിസ്തു യേശുവിലുള്ള വീണ്ടെടുപ്പിലൂടെ ദൈവത്തിന്റെ ദാനമായ കൃപയാൽ അവർ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താൽ ലഭ്യമാകേണ്ടതും അവന്റെ രക്തത്താൽ ഉള്ളതുമായ പാപപരിഹാരത്തിന് ദൈവം അവനെ നിയോഗിച്ചു. ദൈവത്തിന്റെ നീതി കാണിച്ചു കൊടുക്കാനായിരുന്നു. ദൈവത്തിന്റെ നീതി കാണിച്ചേക്കുന്നത് എന്താ? ദൈവത്തിന്റെ നീതിയാണ് പാപികളെ വെറുതെ വിടില്ല എന്നുള്ളത്. പാപത്തിന് ശിക്ഷ ഉണ്ടെന്നുള്ള ദൈവത്തിന്റെ നീതി. ദൈവത്തിന്റെ നീതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. മനുഷ്യവർഗത്തിന്റെ പാപം ഏറ്റെടുത്ത് പാപിക്ക് പാപിയെ രക്ഷിക്കാൻ കഴിയില്ലാതിരുന്നുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്ന് പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു. അത് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്ന, അവൻ നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവന് പാപമില്ല. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ നീതി ലോകത്തിന് കാണിച്ചു കൊടുത്തേക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഡെത്ത്, ക്രൂശീകരണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ നീതി കാണിച്ചു കൊടുക്കാനായിരുന്നു. എന്നിട്ട് എഴുതിയേക്കാണ് 25, വിശ്വാസത്താൽ ലഭ്യമാകേണ്ടതും അവന്റെ രക്തത്താൽ ഉള്ളതുമായ പാപപരിഹാരത്തിന് ദൈവം അവനെ നിയോഗിച്ചു. ഇത് ദൈവത്തിന്റെ നീതി കാണിച്ചു കൊടുക്കാനായിരുന്നു ഇത്. കാരണം അവൻ തന്നെ ദൈവിക സഹിഷ്ണുതയിൽ ഇപ്പൊ പാപത്തിന് ശിക്ഷ വിധിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൽ. എന്നിട്ട് ദൈവിക സഹിഷ്ണുതയിൽ പൂർവ്വപാപങ്ങൾ അവഗണിച്ചു. താൻ ഇനിയുള്ള 26, താൻ നീതിമാനാണ് എന്നും. അപ്പൊ ദൈവം നീതിമാനാണെന്ന് കാണിച്ചതാണ്. പാപികൾ ഒരിക്കലും വെറുതെ വിടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ ദൈവം പാപം ഏറ്റെടുത്തു. താൻ നീതിമാനാണ് എന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ അവൻ നീതീകരിക്കുന്നു എന്നും ഇക്കാലത്ത് തെളിയിക്കാനായിരുന്നു. ഇത് ദൈവത്തിന്റെ ഡിസിഷനാണ്. അതായത് പാപത്തിനുള്ള ശിക്ഷ ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തിന് ശിക്ഷ വിധിച്ചു. നമ്മൾ 2 Corinthians 5:21 വായിക്കുമ്പോൾ അതൊന്ന് വായിക്കാം.
5:21 നമ്മളിന്ന് വായിക്കുന്ന വാക്കുകളാണ്. 21. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി, അങ്ങനെ അവനിൽ നമ്മെ ദൈവത്തിന്റെ നീതിയാക്കി. അപ്പൊ പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി എന്താക്കി? പാപമാക്കി കഴിഞ്ഞിട്ട് ആ പാപിയെ എന്ത് ചെയ്തു? അല്ല, പാപിയെ ദൈവം എന്ത് ചെയ്തു? ശിക്ഷിച്ചു. അല്ലെങ്കിൽ ഓക്കെ, യേശുക്രിസ്തു മനുഷ്യനും ദൈവമായിരുന്നുകൊണ്ട് ഈ ശിക്ഷ നമുക്കറിയാം 3 മണിക്കൂർ സമയത്തേക്ക് കർത്താവ് ആരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി? ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി. അത് ദൈവം ഇൻഫിനിറ്റ് ആയതുകൊണ്ട് 3 മണിക്കൂർ ആയാലും ഈവൻ 1 മിനിറ്റ് ആയാലും ഇറ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ ദി എൻറ്റയർ ഹ്യൂമാനിറ്റിയുടെ സാൽവേഷൻ. കാരണം ഇൻഫിനിറ്റിക്ക് അതിരുകളില്ലാത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ദൈവം ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരാള് 3 മണിക്കൂർ സമയത്തേക്ക്, അതായത് പാപത്തിന്റെ ശിക്ഷ, അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷ ഹെല്ലെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള സെപ്പറേഷനാണ്. ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മളെങ്ങനെ രക്ഷിക്കപ്പെട്ടെന്നുള്ളത് ദൈവത്തിന്റെ ഗോഡ്ലി കൗൺസിലാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ഈ പാപപരിഹാര യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കാനും ജസ്റ്റിഫൈ ചെയ്യാനും ദൈവം തീരുമാനിച്ചു. ദൈവം നീതീകരിച്ചാൽ ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ദൈവം നീതീകരിക്കുന്നവനെ ആരാണ് കുറ്റം വിധിക്കുക? ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന്റെ നീതി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി ആ എറ്റേണൽ സെപ്പറേഷൻ, അല്ലെങ്കിൽ ഹെല്ല്, ദൈവത്തിൽ നിന്നുള്ള എറ്റേണൽ സെപ്പറേഷൻ, കർത്താവായ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് മാത്രമാണ് ഈ 3 മണിക്കൂറത്തെ ശിക്ഷ കൊണ്ട് ആദം തുടങ്ങി ഇനി അവസാനത്തെ മനുഷ്യന് വരെയുള്ള പാപത്തിന് പരിഹാരമാണ്. ഓൺലി ബിക്കോസ് ഹിസ് ഗോഡ്, എറ്റേണൽ ആയതുകൊണ്ട്. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട കാര്യം, ഇനി ആ ജസ്റ്റിഫിക്കേഷനെ കുറിച്ചുള്ള 2-3 കാര്യങ്ങൾ ഇതില്. ഒന്ന്, ഇതിന്റെ ഓദർ എന്ന് പറയുന്നത് ദൈവമാണ്. റോമൻസ് 3:26 വായിക്കുമ്പോൾ, 3:26 നമ്മൾ വായിക്കുന്നത് ശ്രദ്ധിക്കേണ്ട വചനങ്ങളാ. താൻ നീതിമാനാണ് എന്നും, കാരണം ദൈവം നീതിമാനാണെന്ന് പ്രൂവ് ചെയ്തേക്കുന്നതാണ് കർത്താവിന്റെ ക്രൂശീകരണം, മരണം. താൻ നീതിമാനാണ് എന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ താൻ നീതീകരിക്കുന്നു എന്നും ഇക്കാലത്ത് തെളിയിക്കാനായിരുന്നു. അപ്പൊ നീതീകരിക്കുന്നവൻ ആരാ? ദൈവം. യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് കർത്താവിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ഇത് നീതീകരിച്ചേക്കുന്ന വ്യവസ്ഥ അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നതാണ് എങ്ങനെയാണ്? ദൈവ കൃപയാലാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ പ്രവേശനം ലഭിച്ചേക്കുന്ന എങ്ങനെ? കൃപയാല. റോമൻസ് 5:2 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ 5:2, മലയാളത്തിലും കറക്റ്റാ 5:2 വായിക്കുമ്പോൾ, അതെ. അപ്പൊ നമ്മള് ഈ ഗ്രേസ് വഴിയാണ്, നമുക്ക് ഗ്രേസ് വഴി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതെ കിട്ടിയെന്ന വാക്കുന്നത്. അത് നമ്മളൊരു ശിക്ഷ ഏറ്റെടുത്തോ? നമുക്കൊരു ശിക്ഷയും കിട്ടിയില്ല. നമുക്കതിന്റെ പാപത്തിന്റെ കൺസീക്വൻസസ് ഒന്നും കൂടാതെ കൃപയാൽ അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഈ കർത്താവിന്റെ മരണം മുഖാന്തരം വിശ്വസിക്കുന്നവരെ 2 കാര്യം, ഫൊർഗീവ്നെസ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ, 2ഉം തരാൻ ദൈവം തീരുമാനിച്ചായി. അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് അതിന്റെ 3:23 വായിക്കുമ്പോൾ, 23 ഫുള്ള് വായിക്കുമ്പോൾ പാപം ചെയ്ത് ദൈവമാർഗത്തിന് നിരക്കാത്തവരായി ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പിലൂടെ ദൈവത്തിന്റെ ദാനമായ കൃപയാൽ അവർ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താൽ ലഭ്യമാകേണ്ടതും അവന്റെ രക്തത്താലുള്ളതുമായ പാപപരിഹാരത്തിന് ദൈവം അവനെ നിയോഗിച്ചു. അതെ, രക്തത്താലുള്ള നമുക്ക്, അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് രക്തത്താലുള്ള നീതീകരണം. നമ്മൾ സോളമൻ ജെറുസലേം ദേവാലയം സമർപ്പിച്ചപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ലക്ഷക്കണക്കിന് ജീവികളെ കൊന്നു. ഏദൻ തോട്ടത്തിൽ നിന്ന് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആബേല് മൃഗത്തെ ബലി അർപ്പിച്ചു. അപ്പൊ അവിടെ തുടങ്ങിയങ്ങോട്ട് രക്തം, ഇത് ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ രക്തത്തിന്റെ മുന്നോടിയായിരുന്നു ആ രക്തങ്ങളെല്ലാം. അങ്ങനെ നമ്മൾ ഈജിപ്തിൽ നിന്ന് അവര് കുഞ്ഞാടിന്റെ രക്തം തളിച്ചു. ആ രക്തം കാണുന്നിടത്ത് സംഹാരദൂതൻ കടന്നുപോയി. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തില് കുഞ്ഞാടിന്റെ രക്തം ഇല്ലെങ്കിൽ വേറെ ഒരു മെറിറ്റിലും, ഇത് നമ്മൾ ഈ ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് അറിഞ്ഞേ പറ്റും, വേറെ ഒരു മെറിറ്റിലും നമുക്ക് നീതീകരണം കിട്ടത്തില്ല. അപ്പം ഇത് രക്തത്താലുള്ള, ഇതാണ് അതിന്റെ ബേസിസ് എന്ന് പറയുന്നത്, ഈ രക്തമാണ്. ദെൻ
ഇതിലേക്കുള്ള പ്രവേശനത്തിനുള്ള കണ്ടീഷൻ എന്താ? അതിപ്പോ നമ്മൾ ചിന്തിച്ചു. വിശ്വാസത്താൽ ഉളവാകുന്നത്. അപ്പൊ ഈ കൃപയിലേക്കുള്ള പ്രവേശനം എങ്ങനെയാ? റോമൻസ് 5:2. 5:2 ഒന്നുകൂടെ മലയാളത്തിൽ വായിക്കാൻ കറക്റ്റാണ്. വായിക്കാം. അവനിലൂടെ ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ നാം ആനന്ദിക്കുന്നു. അപ്പൊ ഈ ഇതിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയേക്കുന്ന ഈ സത്യം വിശ്വസിച്ചിട്ട്, അല്ലെ സത്യം അറിയാതെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല. നമുക്ക് ആസ് എ കാത്തലിക്, ഞാൻ കർത്താവിന്റെ പാപപരിഹാരവും ഇത് നമുക്ക്, ഞാൻ 3-ാമത്തെ വയസ്സ് തുടങ്ങി, 2-ാമത്തെ വയസ്സ് തുടങ്ങി ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെല്ലിക്കുമായിരുന്നു എന്നെ കൊണ്ട്. അതായത് കർത്താവ് നമുക്ക് വേണ്ടി പാടുപെട്ട് മരിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കും പ്രാർത്ഥിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇല്ലാന്ന് പറയും. ചെറുപ്പം തുടങ്ങി പറഞ്ഞുകൊണ്ടിരുന്ന 2 വയസ്സ് തുടങ്ങി, 3 വയസ്സ് തുടങ്ങി, കർത്താവ് നമുക്ക് വേണ്ടി പാടുപെട്ട് മരിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമുക്ക് ഈ ദൈവം വെച്ചേക്കുന്ന നീതീകരണത്തെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് കത്തോലിക്കനായിട്ട് 25 വയസ്സ് വരെ ജീവിച്ചിട്ടും ജസ്റ്റിഫൈഡ് ആയിരുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ അറിയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫെയ്ത്താ, കർത്താവിലുള്ള ഫെയ്ത്ത്. ദെൻ ഈ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അല്ലെ യേശുക്രിസ്തുവിന്റെ ബലി, അത് മുഖാന്തരം നമുക്ക് നീതീകരണം ഉണ്ടെന്നുള്ളതിന്റെ ഗ്യാരണ്ടി ആയിരുന്നു എന്തായിരുന്നു? കർത്താവ് യേശുക്രിസ്തുവിന്റെ റിസറക്ഷൻ. അതായത് ദൈവം കർത്താവിന്റെ അവസാനത്തെ വേർഡ് എല്ലാം നിറവേറി എന്നുള്ളതാണ്. അതിന്റെ എല്ലാം നിറവേറിയതിന്റെ അംഗീകാരമായിരുന്നു ഹിസ് റിസറക്ഷൻ. റോമൻസ് 4:26 വായിക്കുമ്പോൾ, അല്ല 25 വായിക്കുമ്പോൾ വായിക്കാം. യേശു നമ്മുടെ അതിക്രമങ്ങൾ മൂലം വധിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ 2 കാര്യമാണ്. ഒന്ന്, അതിക്രമത്തിനായിട്ട് മരിച്ചു, നമ്മുടെ അതിക്രമങ്ങൾ മൂലം വധിക്കപ്പെട്ടു, വധിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മള് ഇതിന്റെ നിഴല ലേവ്യ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ? സമ്പൂർണ്ണ ഹോമയാഗത്തില് ആ മൃഗം വധിക്കപ്പെടുകയായിരുന്നു ഇല്ലേ? അങ്ങനെ കൊല്ലുകയായിരുന്നു. അതിന്റെ തലയിൽ കൈവച്ചു, പാപം മുഴുവൻ അതിന്റെ മേൽ ആവാഹിച്ചിട്ട് അവിടെ നമ്മൾ കാണുന്നത് ആ പാപി തന്നെ അതിനെ കൊല്ലുന്നു. അപ്പൊ ഇവിടെ യേശു വധിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നു. അതായത് വധിക്കപ്പെട്ടു. കർത്താവ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എനിക്ക് ജീവൻ ത്യജിക്കാനും തിരികെ എടുക്കാനും അധികാരമുണ്ട്. അപ്പോ ഇത് ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പെസഹായ്ക്ക് ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്നത് റോമൻസ് കൊറിന്ത്യൻ ലേഖനത്തിൽ വായിക്കുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാടായിട്ടുള്ള ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ടു. അപ്പൊ ഇത് ദൈവത്തിന്റെ ബലിമൃഗമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ എന്തിനു വേണ്ടി വധിക്കപ്പെട്ടു? എന്തിനു വേണ്ടിയാണ്? നമ്മുടെ അതിക്രമങ്ങൾ മൂലം. ഇതിന്റെ തിയറി, ഇത് അറിയാതെ ഒരു രക്ഷയില്ല. നമ്മുടെ അതിക്രമങ്ങൾ മൂലം വധിക്കപ്പെടുകയും, നമ്മുടെ അതിക്രമങ്ങൾ മൂലം വധിക്കപ്പെട്ടു, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് വധിക്കപ്പെട്ടു. പക്ഷെ ആ ബലിയില് ദൈവം പ്രസാദിച്ചു, അല്ലെങ്കിൽ ആ ബലി മുഖാന്തരം മനുഷ്യൻ ലിബറേറ്റഡ് ആയി എന്നുള്ളതിന്റെ സൈൻ ആയിരുന്നു ഹിസ് റിസറക്ഷൻ. അതുകൊണ്ടാണ് 1 അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്നില്ലേ, അതായത് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ ഒരു കാര്യം, വിശ്വാസം അത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപം കൊണ്ടാണ്. 1 ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. 1 അധ്യായത്തില് അപ്പൊ റിസറക്ഷൻ ആണ് നമ്മളെ നീതീകരിച്ചേക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ? വധിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി. അപ്പൊ അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം രക്ഷയുടെ, ഈ റിസറക്ഷൻ ഇസ് എ പാർട്ട് ഓഫ് ദി ഗോസ്പൽ. 15 അധ്യായത്തിൽ ഒന്ന് വായിക്കും, 19 തുടങ്ങിയുള്ള സ്ഥലം. 1 ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നാം പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നാം മനുഷ്യരിൽ ഏറ്റവും ദയനീയം. അതിന്റെ 12 തുടങ്ങി വായിച്ചു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ട് എന്ന് പ്രസംഗിക്കെ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർക്ക് എങ്ങനെ പറയാൻ കഴിയും? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യക്തമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യക്തം. മാത്രമല്ല, മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ദൈവം ഉയർപ്പിക്കാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് സാക്ഷ്യം വഹിക്കും മൂലം ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപത്തിലാണ്. അതെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതുകൊണ്ടാണ് രക്ഷയ്ക്കുള്ള കണ്ടീഷനായിട്ട് പറയുന്നിടത്ത് യേശു ക്രിസ്തു, റോമൻസിൽ എന്താ പറയുന്നത്, മരിച്ചു, അല്ല യേശു കർത്താവ് എന്ന് വിശ്വസിക്കുകയും വാഗോണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. കാരണം നിങ്ങൾ വിശ്വസിക്കുകയും അതുമൂലം നീതീകരിക്കപ്പെടുകയും വാഗോണ്ട് ഏറ്റുപറയുകയും
അത് മുഖാന്തരം രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മരിച്ച് ഉയർപ്പിക്കപ്പെട്ടെന്നുള്ളത്. ഈ റിസറക്ഷൻ എന്ന് പറയുന്നത് ഇത് പാർട്ട് ഓഫ് ദി ഗോസ്പൽ, അല്ലെങ്കിൽ റിസറക്ഷനിലുള്ള ഫെയ്ത്ത് ആണ് നമ്മുടെ നീതീകരണത്തിന്റെ ഒരു ബേസിസ്. റോമൻസ് 10:9-10 വായിക്കുമ്പോൾ കർത്താവാണ് യേശു എന്ന് ചുണ്ടുകൾ കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കാരണം ഈ റിസറക്ഷൻ ആണ് ദൈവത്തിന്റെ അംഗീകാരം. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് മരിച്ചു. എല്ലാം പൂർത്തിയായെന്ന് ദൈവം അംഗീകരിച്ചത് എപ്പോഴാണ്? റിസറക്റ്റ്, മരണത്തെ ഇല്ലാതാക്കി. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതുകൊണ്ടാണ് റോമൻസ് 4:25 ഒന്നോടെ ഒന്ന് വായിച്ചത്. ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ മുഖാന്തരം വധിക്കപ്പെടുകയും ദൈവത്തിന്റെ കുഞ്ഞാണ്. അതിപ്പോ നമ്മൾ നീതീകരിക്കപ്പെട്ടേക്കുന്നതിന്റെ ഒരു ബേസിസ് നമ്മുടെ നീതീകരണത്തിനായിട്ടാണ് ഉയർപ്പിക്കപ്പെട്ടേക്കുന്നത്, അല്ലെങ്കിൽ വലിയ ദൈവം അംഗീകരിച്ചു. അപ്പൊ ഈ റിസറക്ഷനിലുള്ള ഫെയ്ത്ത് ആണ് ജസ്റ്റിഫിക്കേഷന്റെ പ്രൂഫ്. കർത്താവ് മരിച്ചു. അതുകൊണ്ട് നമ്മൾ അപ്പസ്തോല പ്രവൃത്തി എടുക്കുമ്പോഴേ ഇന്നലെ ക്രിസ്തു മരിച്ചില്ല എന്നുള്ളൊരു മതവും റിലീജിയനൊക്കെ വന്നു. കർത്താവ് മരിച്ച 600 വർഷം കഴിഞ്ഞപ്പോൾ 600 വർഷം ലോകത്തിലുണ്ടായിരുന്ന ഫെയ്ത്ത്, ലോകത്തിലുള്ള എല്ലാ ലിറ്ററേച്ചറും സെക്കുലർ ലിറ്ററേച്ചറും പാരമ്പര്യമായിട്ടുള്ള ഫെയ്ത്തും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്തു മരിച്ചില്ല എന്ന് ഉള്ള ഏക ലിറ്ററേച്ചർ ഖുറാനാണ്. അപ്പൊ ഇവിടെ നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ കാണുന്നത് അപ്പസ്തോലന്മാര് എന്തിനു സാക്ഷ്യം വഹിച്ചെന്നാ? റിസറക്ഷനെ സാക്ഷ്യം വെച്ചത്. കാരണം മരണത്തെ കുറിച്ച് ഒരു ഡിസ്പ്യൂട്ടും ഇല്ല. എല്ലാവരുടെയും മുമ്പിലാണ് പീലാത്തോസ് കർത്താവിനെ ക്രൂശിച്ചത്, സകല മനുഷ്യരുടെ മുമ്പിൽ. പെസഹ തിരുനാളിന്റെ കാലത്ത് ജെറുസലേം പട്ടണം മുഴുവൻ മനുഷ്യരുള്ള സമയത്ത് പബ്ലിക്കായിട്ട് ക്രൂശിക്കപ്പെട്ട ഒരാളത്തെ മരണത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യം അപ്പസ്തോലന്മാർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ സാക്ഷ്യം വഹിച്ചത് റിസറക്ഷനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇതിന്റെ അംഗീകാരം എന്ന് പറയുന്നത് റിസറക്ഷനാണ്. അതാണ് റോമൻസ് 4:25 മറക്കരുത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായിട്ട് റിസറക്റ്റഡ് ആയി. ദെൻ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളില്, ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇത്രയും കാര്യം എന്നെ സംബന്ധിച്ചുള്ള സാക്ഷി ഞാൻ പറയാം. ഈ ആസ് എ കാത്തലിക് ഇതെല്ലാം ഞാൻ വിശ്വസിച്ചിരുന്നു. എനിക്ക് എല്ലാ കത്തോലിക്കത്തെയും കാര്യം അറിയില്ല. ഈ പറഞ്ഞിരിക്കുന്ന സർവ്വ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചിരുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അപ്പൊ പിന്നെ ജസ്റ്റിഫൈഡ് ആയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതാ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ജസ്റ്റിഫിക്കേഷന്റെ പ്രൂഫായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതാ നമ്മൾ ഇതിൽ അറിയണ്ടേ. ഒന്നാമത്തെ കാര്യം ദൈവവുമായിട്ടുള്ള സമാധാനം. റോമൻസ് 5:1 വായിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇച്ചിരി കറക്റ്റ് ഒന്ന് വായിക്കുമോ? പെട്ടെന്ന് വായിക്കും. അതെ. അപ്പൊ ജസ്റ്റിഫൈഡ് ആയെങ്കിൽ നമ്പർ 1 പ്രൂഫ് എന്ന് പറയുന്നത് പീസ് വിത്ത് ഗോഡ് ആണ്. പീസ് വിത്ത് ഗോഡ്, ഒരു സ്വസ്ഥത, ദൈവവുമായിട്ടൊരു സമാധാനം. അതാണ് നമ്പർ 1 റിസൾട്ട്. അതാണ് റോമൻസ് 5:10 വായിക്കുമ്പോഴും 5:10 ഒന്ന് വായിക്കും. Or if when we were the enemies we were reconciled to God through the death of His Son, much more having been reconciled we shall be saved by His love. 5:10 എഴുതിയിരിക്കുന്നത്, നാം ശത്രുക്കളായിരിക്കെ തന്നെ ദൈവം തന്റെ പുത്രന്റെ മരണത്തിലൂടെ നമ്മോട് രമ്യപ്പെട്ടു. അതായത് റിക്കൺസൈൽഡ് ആയി ദൈവം. അതായത് പാപിയായിട്ട് ദൈവത്തിന് ഒരു സഖിത്വം ഇല്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം. പക്ഷെ പാപത്തിന് ശിക്ഷ വിധിച്ചു, ദൈവത്തിന്റെ നീതി കാണിക്കാനായിരുന്നു കർത്താവായ യേശുക്രിസ്തു വധിക്കപ്പെട്ടു. അപ്പൊ അത് വിശ്വസിക്കുമ്പോൾ, കാരണം ക്രൂശില് ക്രിസ്തുവിനോടുകൂടി നമ്മളെല്ലാം, റോമൻസ് 6:6 വായിക്കുമ്പോൾ 8:6 വായിക്കുമ്പോൾ, ഇത് തിയറിയാണ് പക്ഷെ അറിഞ്ഞു പറ്റും. ജഡത്തിൽ മനസ്സ് വെച്ചാൽ മരണമാണ്, ആത്മാവിൽ മനസ്സ് വെച്ചാലോ ജീവനും സമാധാനവുമാണ്. ജഡത്തിൽ ഊന്നിയ മനസ്സ് ദൈവത്തിന് വിരുദ്ധമാകുന്നു. അത് ദൈവ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധ്യവുമല്ല. ജഡീകർക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുക സാധ്യമല്ല. അപ്പൊ നമ്മുടെ ഈ റോമൻസ് 6 വായിക്കുമ്പോൾ, അതായത് 6:5 തുടങ്ങി വായിക്കുമ്പോൾ, കാരണം ക്രിസ്തുവുമായി അവന്റെ മരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഐക്യമുണ്ടായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിലും ആ ഐക്യം നമുക്ക് ഉണ്ടാകുമെന്നത് തീർച്ച തന്നെ. നമ്മിലെ പഴയ മനുഷ്യൻ 6:6 നമ്മിലെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പൊ നമ്മൾ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് ഏത് മനുഷ്യനാ? അല്ല, ആദാമി നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യൻ, അത് ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടാലേ എന്നുണ്ടാകത്തുള്ളൂ, പുതിയൊരു സൃഷ്ടി ഉണ്ടാകത്തുള്ളൂ.
അപ്പൊ ഈ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ജസ്റ്റിഫൈഡ് ആയോ എന്ന് അറിയാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഈ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടാലേ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകത്തുള്ളൂ. രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചിരിക്കില്ല. അപ്പൊ 6:6 നമ്മൾ വായിക്കുന്നത് നമ്മളിൽ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെ ജീവിതം എടുത്തു നോക്കുക. ഞാൻ എന്റെ സാക്ഷ്യം പറയുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ ആദ്യത്തെ തിയറി പാർട്ട് എല്ലാം ആസ് എ കാത്തലിക് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ജസ്റ്റിഫൈഡ് അല്ലായിരുന്നു എന്നുള്ളത് 100% അറിയാം. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന ഈ ക്രിസ്തുവിനോട് കൂടി പഴയ മനുഷ്യൻ മരിച്ചാലേ എന്തുണ്ടാകത്തുള്ളൂ? പുതിയ മനുഷ്യൻ ഉണ്ടാകത്തുള്ളൂ. അതാ പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുന്നത്. അതാ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. ആദ്യമൊന്നും ജനിച്ചത് നമ്മളെല്ലാവരും ജനിച്ചതാണ്. ലോകത്തുള്ള സകല മനുഷ്യനും ജനിച്ചതാണ്. അപ്പൊ ഇതില് ഈ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ജസ്റ്റിഫിക്കേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള സമാധാനം. രണ്ടാമത്തെ കാര്യം ഈ 5 റോമൻസ് 5:2 വായിക്കുമ്പോൾ അത് പ്രത്യാശയെ കുറിച്ചുള്ള കാര്യം. 5:2 ഇങ്ങനെ തന്നെ, ഞാൻ മലയാളം വായിക്കാം. അവനിലൂടെ ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ നാം ആനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മളെന്ന് എടുത്തു നോക്കി ജസ്റ്റിഫൈഡ് ആയോന്ന് നമുക്ക് ഈ തിയറി ആസ് എ കാത്തലിക് ഐ വാസ് 100% ഓക്കെ, ആക്യുറേറ്റ് ആയിരുന്നു. പക്ഷെ ഈ സാധനമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ വായിച്ച സാധനം എന്താ? നമ്മൾ ആനന്ദിക്കേണ്ട ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരാനന്ദം എന്തിലായിരിക്കും? കർത്താവിനാണ് വായിച്ചത്. 5:2 വായിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഒരു ഫ്യൂച്ചർ ഗ്ലോറിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകാറുണ്ട്. അവനവനെ ജഡ്ജ് ചെയ്താൽ മതി. അതെ, അതായത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഒരു ദിവസം കർത്താവിനോടുകൂടി നമ്മൾ പാടാറുണ്ട്, ഒന്നിക്കുമൊരു നാൾ സ്വർഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളിൽ. ഇത് ജസ്റ്റിഫൈഡ് ആയെങ്കിൽ 5:2 അതായത് ഒരു നാൾ ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്നുള്ള പ്രത്യാശയില് ആനന്ദിക്കുന്നില്ലെങ്കിൽ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ജസ്റ്റിഫൈഡ് ആയിട്ടില്ല. ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം, ട്രാജഡിയാണ്. നമ്മൾ ആനന്ദിക്കുന്ന എന്തിനാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒന്നിക്കും ഒരു നാളിന് പാട്ട് പാടാറുണ്ട്. അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു നാൾ കർത്താവിനോട് കൂടെ ഒന്നിക്കും, ദൈവമഹത്വത്തിൽ പങ്കുചേരും എന്ന പ്രത്യാശയിൽ ആനന്ദിക്കുന്നില്ല എങ്കിൽ നോട്ട് ജസ്റ്റിഫൈഡ്. അത് എഴുതിയേക്കുന്ന നോക്കത്, റോമാക്കാർക്ക് എഴുതിയേക്കുന്ന ലേഖനം നമുക്കുണ്ടോ ചിന്തിച്ചു നോക്കിയാൽ മതി. അവനോ ജഡ്ജ് ചെയ്താൽ മതി. ഞാൻ എന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ നോ വെയർ ഒരിടത്തും എത്തിയിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എന്നാലും ഈ ഒരു പ്രത്യാശയിൽ അല്ലെങ്കിൽ ദൈവമഹത്വത്തിൽ ഒരു നാൾ പങ്കുചേരാൻ, ഒന്നിക്കും ഒരു നാൾ എൻ്റെ കർത്താവിനോട് കൂടി എന്നുള്ള പ്രത്യാശയുടെ പാട്ടല്ലാതെ നമ്മൾ പലരും രക്ഷിക്കപ്പെട്ടതായിരിക്കില്ല. നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മരിച്ച് നരകത്തിലേക്ക് പോകാൻ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇവിടെ എഴുതിയേക്കുന്ന ഒരു കാര്യമാണ്, ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ നാം ആനന്ദിക്കുന്നു. നാം ദി റോമൻ ബിലീവേഴ്സ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം. അപ്പൊ നമ്മുടെ പ്രത്യാശയും നമ്മുടെ സന്തോഷം എന്ന് അവനും ജഡ്ജ് ചെയ്താൽ മതി. ഐ ഡോണ്ട് നോ. എനിക്ക് എന്റെ ഹൃദയം മാത്രമേ അറിയുള്ളൂ. വേറെ ആരുടെയും ഹൃദയം അറിയത്തില്ല. എന്റെ ഭാര്യയുടെ ഹൃദയം അറിയില്ല, മക്കളുടെ ഹൃദയം അറിയില്ല, ആരുടെയും ഹൃദയം അറിയത്തില്ല. അറ്റ് ദി സെയിം ടൈം ഈ ഒരു നാൾ എനിക്ക് ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്നുള്ള പ്രത്യാശയിലാണ് ഞാൻ പോകുന്നതെന്ന് ജഡ്ജ് ചെയ്യുന്നത് ബുദ്ധിയായിരിക്കും. ദെൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, വേഴ്സ് 3. കാരണം തുടങ്ങുന്ന 5:1 പറഞ്ഞാൽ സിൻസ് യു ഹാവ് ബീൻ ജസ്റ്റിഫൈഡ് ബൈ ദി ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞിട്ട് 3-ാം സെന്റൻസ് എന്താ വായിക്കും? അതിനുപരി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒന്ന്, എറ്റേണൽ ഗ്ലോറിയിൽ സന്തോഷമുണ്ട്. ഇവിടെ അപ്സ് ആൻഡ് ഡൗൺസ് വരട്ടെ, നഷ്ടങ്ങൾ വരട്ടെ, കഷ്ടങ്ങൾ വരട്ടെ, നാശം വരട്ടെ, എന്തും വരട്ടെ, ബട്ട് ഐ വിൽ ബി വിത്ത് മൈ ലവ്. അടുത്ത സ്റ്റെപ്പ്, അതിനുപരി അതെ. അടുത്തത് അല്ല അത് നിൽക്കുക രാജീവ്. അടുത്തത് അതിലുപരി ഇത്തിരിയോടെ ജസ്റ്റിഫൈഡ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിലുപരി നമ്മുടെ കഷ്ടതകളിൽ നാം ആനന്ദിക്കുന്നു. അതേ കഷ്ടത വരുമ്പോഴത്തേക്കും പഴിയായിരുന്നവരാണോ, അക്യൂസ് ചെയ്യുന്നവരാണോ, കഷ്ടം അയ്യോ ഗതികേടായിരുന്നു വിചാരിക്കുന്നവരാണ്. കാരണം ജസ്റ്റിഫൈഡ് ആണ്.
കാരണം പഴയ മനുഷ്യൻ മരിച്ചുപോയി. പുതിയ മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പുതിയ മനുഷ്യനാക്കി ആളെ കണ്ടുമുട്ടുന്ന ഏറ്റവും വലിയ ഒരു ന്യൂലി മാരീഡ് കപ്പിൾസ്. അവർ സെപ്പറേറ്റഡ് ആണെങ്കിൽ, നല്ല ഹൃദയത്തോടെ ജീവിക്കുന്നവരാണെങ്കിൽ ഭാര്യയുടെ ആഗ്രഹം ഭർത്താവിനെ കാണുന്നതായിരിക്കണം, ഭർത്താവിന്റെ ആഗ്രഹം ഭാര്യനെ കാണുന്നതായിരിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് വിവാഹം നിശ്ചയം ചെയ്ത കന്യയോട് ഭൂമിച്ചേക്കുന്ന വിവാഹം നിശ്ചയം ചെയ്ത കന്യയുടെ ആഗ്രഹം കല്യാണം കഴിക്കണം എന്നാണ്. ഇറ്റ് ഇസ് ട്രൂ. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് ഈ പഴയ മനുഷ്യൻ മരിച്ചുപോയി. അത് ഇവിടുത്തെ സ്വപ്നങ്ങളും ഇതൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഇവിടെ സ്വപ്നങ്ങൾ ഇവിടെ എല്ലാം താലോലിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ മരിച്ചുപോയി. ഇന്നത്തെ മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മണവാളിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുക. അതവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കഷ്ടതകളിൽ നാം ആനന്ദിക്കുന്നു. നമ്മുടെ ജീവിച്ചു നോക്കി ജസ്റ്റിഫൈഡ് ആണെന്ന് ചിന്തിച്ച് നോക്കിയാൽ കഷ്ടതകളിൽ ആനന്ദിക്കുന്നു. കാരണം ഈ കഷ്ടത ദൈവം അനുവദിച്ചേക്കുന്നത് ഇറ്റ് ഈസ് ഫോർ എ ഗുഡ് മോട്ടീവ്, നന്മയിലേക്ക് ദൈവം നടത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഈ 2 കൊറിന്ത്യൻസ് 4:17 വായിക്കുമ്പോൾ പെട്ടെന്ന് വായിക്കും. കാരണം നിസ്സാരവും ക്ഷണികവുമായ ഈ ഞരക്കങ്ങൾ ഞങ്ങൾക്ക് അതുല്യമായ നിത്യമഹത്വം ഒരുക്കുന്നു. അതെ, നിസ്സാരവും ക്ഷണികമായിട്ട് നമ്മൾ കല്ലെറിഞ്ഞ് മരിച്ചെന്ന് എഴുതിയിട്ടുണ്ട് പോയി, കാലെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. പിന്നീട് യഹൂദര് 4-5 തവണ അടിച്ചു, ചാട്ടയ്ക്ക് അടിച്ചു, 39 തവണ അടിച്ചു, പിന്നെ അടിച്ചു. ഇതെല്ലാം ഇപ്പോഴുമായി നിസ്സാരവും ക്ഷണികമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഒരു കഷ്ടം വരുമ്പോ അത് ക്രിസ്തുവില സഹിക്കുന്നെങ്കിൽ there is a reward. അതുകൊണ്ട് അപ്പൊ കഷ്ടം വരുമ്പോൾ എങ്ങനെയായിരിക്കും? പുതിയ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ കഷ്ടം വരുമ്പോൾ എങ്ങനെയായിരിക്കും? സന്തോഷമായിരിക്കും. കാരണം ഈച്ച് സഫറിങ് ബ്രിങ്സ് എ ബിറ്റ് മോർ ഗ്ലോറി. അപ്പോ അതാണ് നിസ്സാരവും ക്ഷണികവുമായിട്ടുള്ള ഒന്നൂടെ വായിച്ചു ജോലി. നിസ്സാരവും ക്ഷണികവുമായ ഈ ഞെരുക്കങ്ങൾ ഞങ്ങൾക്ക് അതുല്യമായ നിത്യമഹത്വം ഒരുക്കുന്നു. അതെ, അതായത് when you are suffering for the Lord, each suffering is contributing a bit more glory. ഇത് മനസ്സിലായി കഴിയുമ്പോൾ ദൈവത്തിന് വേണ്ടി കഷ്ടം, കർത്താവിന് വേണ്ടി ഒരു കഷ്ടം അനുഭവിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ബ്രിങ്സ് എ ബിറ്റ് മോർ ഗ്ലോറി, എറ്റേണൽ ഗ്ലോറി ഇച്ചയോടെ കൂടിയിട്ടുണ്ട്. വീണ്ടും കഷ്ടം വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഗ്ലോറി കൂടെ ഇച്ചിരി സന്തോഷം. കാരണം എന്നെ ദൈവം ഇച്ചിരിയുടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫിലേക്ക് കൊണ്ടുപോകുക. അതായത് ഇച്ചിരിയുടെ കഷ്ടം വരുമ്പോൾ സന്തോഷം. എഴുതിയിരിക്കുന്നത് ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യം. ഇങ്ങനെയൊന്നും അകത്തൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ലെറ്റ് മീ ടെൽ യു എ ട്രൂത്ത്, ഐ എം ടോക്കിംഗ് ടു മീ ഓൾസോ. ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് നോഹിന്റെ കാലത്ത് 8 പേര് രക്ഷപ്പെട്ടുള്ളൂ. ഇന്നലെ നമ്മൾ വായിച്ചു. ഏലിയയുടെ കാലത്ത് പറഞ്ഞ മണൽത്തരി പോലെ മനുഷ്യനുണ്ട്, ഒരു റെമനന്റ് രക്ഷപ്പെട്ടുള്ളൂ. പത്രോസ് എഴുതി നീതിമാൻ തന്നെ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നതെങ്കിൽ ഇവിടെ രക്ഷിക്കപ്പെടുന്ന ആൾക്കാർ എത്ര കാശിലായിട്ട് പറഞ്ഞു രക്ഷിക്കപ്പെട്ട, പക്ഷെ അങ്ങനെയാണെന്നേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവരൊക്കെയാ. ഇതെന്തോ ഒരു എന്താ പറയുന്നത്, പറയാനൊന്നും വാക്കില്ല. രക്ഷിക്കപ്പെട്ടത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടു. അപ്പൊ റിജോയ്സ് ഇൻ 3ാം സെന്റൻസ് കഷ്ടം വരുമ്പം അതിലൊരു കഷ്ടം വരുമ്പോഴത്തേക്ക് സന്തോഷമായി. ദെൻ 5ാം സെന്റൻസ് റോമൻസ് 5:5. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. അടുത്തത് കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഈ പഴയ മനുഷ്യൻ മരിച്ചിട്ട് ജസ്റ്റിഫൈഡ് ആയെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു കണികകത്ത് കയറും. അത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ലത്. നോ, ഒരു സൽപ്രവർത്തിക്കാരനും ഒരു സോഷ്യൽ വർക്കിനും ജീവനെ മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആൾക്കും നോ ബഡി ഈ കർത്താവായ യേശുക്രിസ്തു വഴി ജസ്റ്റിഫൈഡ് അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവും. ഇല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിന് സാംസന് ദലീലയോട് സ്നേഹം ഇല്ലായിരുന്നു. ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒക്കെ സ്നേഹം തന്നെയാണ്. ബട്ട് ഈ ജസ്റ്റിഫൈഡ് അല്ലാത്ത മനുഷ്യനിൽ ഈ സ്നേഹത്തിന്റെ ഒരു കണിക പോലും കയറുന്നില്ല. കാരണം ദൈവം കൊടുക്കുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലില്ലാത്ത ആൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന സ്നേഹം ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാകുന്നത് നമുക്ക് ഇങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തിനകത്ത് മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കയറുള്ളൂ. കാരണം അത് പരിശുദ്ധിയുടെ ആത്മാവാണ്. പാപമുള്ളിടത്ത് പരിശുദ്ധാത്മാവിന് കയറാൻ പറ്റത്തില്ല. അപ്പം 5ാമത്തെ സെന്റൻസിൽ നമ്മൾ കണ്ടത് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെടും. അപ്പോൾ ഈ ദൈവസ്നേഹം അല്ല, ഒത്തിരി സ്നേഹമുണ്ട്. നമ്മൾ പ്രോബ്സിൽ വായിക്കുന്നുണ്ട്, തള്ളക്കരടിക്ക് അതിന്റെ കുഞ്ഞിനോട് സ്നേഹമില്ലേ? തള്ളക്കരടിക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ട്. ഒരു പശു പ്രസവിച്ച് കിടക്കുമ്പോൾ അതിന് കുഞ്ഞിനെ ഒന്ന് പിടിക്കാൻ പോയി നോക്കാം, അപ്പൊ കുഞ്ഞിനോട് സ്നേഹമുണ്ടെന്ന് അറിയാം. ഒരു കോഴിക്കുഞ്ഞിനെ എടുക്കാൻ ചെല്ലും, കോഴിപ്പട കണ്ണുകൂട്ടി പൊട്ടിക്കും. ഇതൊക്കെ സ്നേഹം തന്നെയാണ്. പക്ഷേ ഈ എഴുതിയേക്കുന്നത് ജസ്റ്റിഫൈഡ് അല്ലാത്ത മനുഷ്യനുള്ളിൽ ദൈവസ്നേഹം ഉണ്ടാകത്തില്ല. ദെൻ അതിന്റെ വേഴ്സ് 5 തന്നെ എഴുതിയേക്കുന്നു. അതായത് കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ്, ഈ ഹോളി സ്പിരിറ്റ് അകത്ത് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇനി
നല്ലപോലെ അറിയില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ വന്നിട്ടില്ല. ഹോളി സ്പിരിറ്റ് വന്നാല് മനുഷ്യനാകെ മാറും. മനുഷ്യൻ ടോട്ടലി മാറും. മനുഷ്യന് പുതിയ സൃഷ്ടിയാവും. മനുഷ്യന് ഒരു എന്തെന്നില്ലാത്ത അവസ്ഥയിലെത്തും. കാരണം ഇത് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ കയറുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ട് നമുക്ക് Isaiah 58 നമ്മൾ വായിക്കുന്നുണ്ട്, ഉപവാസത്തെ കുറിച്ച് വായിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് അടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതുകൊണ്ട് നടക്കത്തില്ല, ഇത് മരിച്ചാലേ നടക്കും. ക്രിസ്തുവിനോട് കൂടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാതെ അത് മരിക്കാതെ ഒന്നും ഉണ്ടാകത്തില്ല. രണ്ടുപേരും സിംഹാസനത്തിൽ ഇരിക്കത്തില്ല, ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമുള്ളതുകൊണ്ട്. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവ് വന്നു, ഹോളി സ്പിരിറ്റ്. ദെൻ ഒരു കാര്യം 11ാം സെന്റൻസ് കൂടുതലായി മാത്രമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യാം. അതെ, അതായത് റിജോയ്സിങ് ഇൻ ഗോഡ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വായിക്കും. 11ാം സെന്റൻസ് 11 വായിക്കും. And not only that, but we also rejoice in God. അതെ മതി. Lord Jesus. നോട്ട് ഓൺലി ഇതൊന്നുമല്ല, വി റിജോയ്സ് ഇൻ ഗോഡ്. ഇതെല്ലാം റോമൻസ് 5 ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റിഫൈഡ് അറിയാനുള്ള കാര്യങ്ങൾ: ഒന്ന്, പീസ് വിത്ത് ഗോഡ്. ദെൻ കഷ്ടങ്ങളിൽ സന്തോഷം. കാരണം ഇത് നിത്യമഹത്വം ഇത്തിരി കൂടുതലുണ്ടാക്കുക, അതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സ് ഇവിടെ അല്ല, എറ്റേണിറ്റിയിലാണ് നമ്മുടെ മനസ്സ് ഫിക്സ് ചെയ്തേക്കുന്നത്. ദെൻ ദൈവമഹത്വത്തിൽ പങ്കുചേരാമല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷം. ദെൻ പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹം. ഇതൊന്നും, ഈ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റിഫൈഡ് ആയിട്ടില്ല. ഇത് ജസ്റ്റ് എലിജിബിലിറ്റിയാ. Then we will continue to think about sanctification. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്ക്